ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ കീമിൻ്റെ കുറച്ച് സൂപ്പർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് an air capacitor and identical capacitor with a dielectric medium of dielectric constant 5 are connected in series to a voltage source of 12 volt. തന്നിരിക്കുന്നത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് കപ്പാസിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് കപ്പാസിറ്ററിൻ്റെയും പ്ലേറ്റ് ഏരിയ സെയിം ആയിരിക്കും, അവർക്കിടയിലുള്ള സെപ്പറേഷൻ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള രണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള കപ്പാസിറ്ററാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നിൽ അതിനുള്ളിലുള്ള മീഡിയം ആരാണ്? എയർ ആണ്. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ കപ്പാസിറ്ററിന് ഉള്ളിൽ ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ, ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി C = ε0 A/d ആണ്. ഇതിനിടയിൽ നമ്മളൊരു മീഡിയം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്രയായിട്ട് മാറും? C' ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെന്നുണ്ടെങ്കിൽ K ε0 A/d ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു ഡൈലക്ട്രിക് മീഡിയമുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി K × C ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി, ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി C1 = നമ്മൾ C എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി C2 നമുക്ക് എങ്ങനെ എടുക്കാം? K × C. ഓക്കെ, അപ്പോൾ K എത്രയാ? ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 5 ആണെന്ന്. ഓക്കെ, അപ്പോൾ 5C എന്ന് എടുക്കാം. ഈ രണ്ട് കപ്പാസിറ്ററും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോഴ്സ് ഹാവിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട്. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഈ ഓരോ കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷോർട്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് രണ്ട് കപ്പാസിറ്റർ സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നിരിക്കട്ടെ. ഒന്നാമത്തെ കപ്പാസിറ്ററിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ V1 എന്നെടുത്തു. നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യലിൻ്റെ V1 ഫസ്റ്റ് കപ്പാസിറ്റർ എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകും. രണ്ടാമത്തെ കപ്പാസിറ്റർ എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പറയാം നെറ്റ് വോൾട്ടേജ് V എന്തായിരിക്കും? V1 + V2 ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ സീരീസ് കണക്ഷനിൽ ഓരോ കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്ന പൊട്ടൻഷ്യൽ കാണാൻ ചോദിച്ചാൽ V1 നമുക്ക് കാണാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ V1 = നിങ്ങൾ നോക്കണം, അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഏതാണെന്ന്. അതെത്രയാണ്? C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി. അതെത്രയാ? C1 + C2 ഇൻറ്റു നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. ഇക്വേഷൻ നമ്പർ 2. ഇനി നിങ്ങളോട് C2 ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ C2ന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ V2 = അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റർ എടുക്കുക. C1 ബൈ ടോട്ടൽ കപ്പാസിറ്റി C1 + C2 ഇൻറ്റു ടോട്ടൽ പൊട്ടൻഷ്യൽ. ഈ 3 ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കുക. ഈ 3 ഇക്വേഷനും ഓർത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ V1 കാണാൻ പോകുന്നു. അപ്പോൾ V1 = എന്തായിരിക്കും? അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 5C ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ്? C + 5C ഇൻറ്റു 12 വോൾട്ട്. ദറ്റ് ഈസ് 5C ബൈ 6C ഇൻറ്റു 12. ദറ്റ് ഈസ് ഈക്വൽ ടു സിയും പോയി 5 × 2 ദറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇത് 10 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു V = V1 + V2 ആണ്. അപ്പോൾ ഇത് 12 വോൾട്ട് ഉണ്ട്. അതിൽ 10 വോൾട്ട് ഇവിടെ ഡ്രോപ്പായി. അപ്പോൾ ഇതിന് എക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്നത് 2 വോൾട്ട് ആയിരിക്കും. അപ്പോൾ C1ന് എക്രോസ് ആയിട്ട് 10 വോൾട്ടും C2ന് എക്രോസ് ആയിട്ട് 2 വോൾട്ടും. ആൻസർ ഓപ്ഷൻ B ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഓർക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതാണ് ആൻസർ കിട്ടിക്കാണുക എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. തന്നിരിക്കുന്നത് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഗിവൺ ആസ് v is equal to ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. ആൽഫയും ബീറ്റയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്. ഒന്നാമത്തെ സെക്കൻഡ് മുതൽ രണ്ടാമത്തെ സെക്കൻഡ് വരെ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായും നമ്മളോട് തന്നിരിക്കുന്നത് ഇത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ്. അങ്ങനെയെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻ്റർവൽ ഓഫ് ടൈമിന് ഇടയിലുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ഡി എസ് ബൈ ഡി ടി. അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ. That is ds is equal to alpha t plus beta t square into dt. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ es1 to s2 ds is equal to ഇൻ്റഗ്രൽ t1. t1 എത്രയാണ്? 1 സെക്കൻഡ്. ഓക്കെ, t2 എത്രയാണ്? 2 സെക്കൻഡ്. ഓക്കെ, ഇൻറ്റു ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ ഇൻറ്റു ഡി ടി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? s2 മൈനസ് s1 ഇസ് ഈക്വൽ ടു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ടി സ്ക്വയർ ബൈ 2 പ്ലസ് ബീറ്റ ടി ക്യൂബ് ബൈ 3. എവിടം തൊട്ട് എവിടം വരെ? 1 to 2. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മളവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ s2 മൈനസ് s1 നമുക്ക് എങ്ങനെ കിട്ടും? ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് 2 ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 4 ആൽഫ ബൈ 2 എന്ന് കിട്ടും. പ്ലസ് ഓക്കെ, ഈ ടിക്ക് വരെ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 8 ബീറ്റ ബൈ 3 എന്ന് കിട്ടും. മൈനസ് ഇനി നമ്മളിവിടെ കൊണ്ടുപോയി ലോവർ ലിമിറ്റ് 1 കൊടുക്കണം. അപ്പോൾ ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ബൈ 3. ദറ്റ് ഈസ് 4 ആൽഫ മൈനസ് ആൽഫ 3 ആൽഫ ബൈ 2 പ്ലസ് 8 ബീറ്റ മൈനസ് ബീറ്റ 7 ബീറ്റ ബൈ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2 ആൽഫ പ്ലസ് 7/3 ആൽഫ. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ഓക്കെ വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ തന്നിരിക്കുന്നത് 2 soap bubbles each with radius r1 and r2 coils in vacuum under isothermal condition to form a bigger bubble of radius capital R. Then capital R is equal to. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ബബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ബബിളിൻ്റെ റേഡിയസ് ഞാൻ r1 എന്ന് എടുക്കുന്നു. അതിൻ്റെ സർഫസ് ടെൻഷൻ T ആണ്. ഓക്കെ, രണ്ടാമത്തെ ബബിളിൻ്റെ റേഡിയസ് r2 എന്ന് എടുക്കുന്നു. അതിൻ്റെയും സർഫസ് ടെൻഷൻ T ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഒരു വലിയ ബബിള് ഉണ്ടാകുന്നു. അതിൻ്റെ സർഫസ് ടെൻഷൻ T ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്യാപിറ്റൽ R എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും ഐസോതെർമൽ കണ്ടീഷനിലാണിത് ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ബബിളിന് ഉള്ളിലുള്ള നെറ്റ് പ്രഷർ നമുക്ക് എങ്ങനെ എഴുതാം? P0 പ്ലസ് ഇതിനുള്ളിലുള്ള എക്സസ് ഓഫ് പ്രഷർ. ഓക്കെ, അതെത്രയായിരിക്കും? ബബിൾ ആയതുകൊണ്ട് 4T/R1 ആയിരിക്കും. ഓക്കെ, ഇതിനുള്ളിലുള്ളത് എത്രയായിരിക്കും? P0 പ്ലസ് 4T/R2 ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനുള്ളിൽ P0 പ്ലസ് 4T/R ആയിരിക്കും. ഇനി വാക്വത്തിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വാക്വം ആകുമ്പോൾ എല്ലാത്തിൻ്റെയും ഔട്ടർ സർഫസിലുള്ള ഈ പ്രഷർ P0 നമുക്ക് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിലുള്ള എക്സസ് ഓഫ് പ്രഷറാണിത്. അതിനെ ഞാൻ P1 എന്ന് എടുക്കുന്നു. ഇതിനുള്ളിലുള്ള എക്സസ് ഓഫ് പ്രഷറാണിത്. അതിനെ ഞാൻ P2 എന്ന് എടുക്കുന്നു. ഇതിനുള്ളിലുള്ളത് ഓക്കെ ഞാൻ P എന്ന് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനൊരു വോളിയം ഉണ്ടായിരിക്കും. അതിൻ്റെ വോളിയം V1, ഇതിൻ്റെ വോളിയം V2, ഇതിൻ്റെ വോളിയം ഞാൻ V എന്ന് എടുക്കുന്നു. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. PV is equal to a
കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ബിഗ് ഡ്രോപ്പായിട്ട് മാറുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 പ്ലസ് P2 V2 ഈക്വൽ ടു PV. എന്താ P1? P1 എന്ന് പറയുന്നത് 4T/R1. ഓക്കെ, V1 ഇതിൻ്റെ വോളിയം അതെത്രയാ? 4/3 പൈ R1 ക്യൂബ് പ്ലസ് P2 അതെത്രയാ? 4T/R2 ഇൻറ്റു 4/3 പൈ R2 ക്യൂബ് ഈക്വൽ ടു 4 by capital R into T into 4/3 pi capital R cube. ഈ എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം? ഈ 4T എല്ലായിടത്തെയും ക്യാൻസലായിപ്പോയി, 4/3 പൈ ക്യാൻസലായിപ്പോയി. ഇവിടുത്തെ R1ഉം ഇവിടുത്തെ R1ഉം കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി R1 സ്ക്വയർ പ്ലസ് ഇവിടെ R2 സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ R സ്ക്വയർ. Therefore capital R is equal to root of R1 square plus R2 square. അപ്പോൾ രണ്ട് ചെറിയ ബബിള് ഐസോതെർമൽ കണ്ടീഷനിൽ വാക്വത്തിൽ വെച്ച് കമ്പൈൻ ചെയ്തൊരു ബിഗ് ബബിളായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബബിളിൻ്റെ റേഡിയസ് നമുക്ക് എങ്ങനെ എടുക്കാം? R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയറിൻ്റെ റൂട്ട്. R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയറിൻ്റെ റൂട്ട്. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കാർനോട്ട് എഞ്ചിനാണ്. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടെമ്പറേച്ചേഴ്സ് T1 ആൻഡ് T2. ഓക്കെ, അപ്പോൾ T1 എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ, T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഈറ്റ ഈക്വൽ ടു എത്രയാ? 0.2. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് വെൻ T2 ഈസ് റെഡ്യൂസ്ഡ് ബൈ 50 കെൽവിൻ. ഈ T2 നമ്മൾ എന്ത് ചെയ്തു? ഒരു 50 കെൽവിനും കൂടി എന്ത് ചെയ്തു? കുറച്ചു. ഓക്കെ, അപ്പോൾ പുതിയ ആ സിങ്കിൻ്റെ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറും? T2 മൈനസ് 50K ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ പുതിയ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഈറ്റ ഡാഷ് ഈക്വൽ ടു എത്രയാ? 0.4. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ T1ഉം T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ ബൈ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഈ ഈറ്റയുടെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈറ്റയുടെ വാല്യൂ എത്രയാണ്? 0.2. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിങ്ങനെ എഴുതാം. 0.2 ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഇക്വേഷൻ നമ്പർ 2. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷം ഓക്കെ, അപ്പോഴും സോഴ്സിൻ്റെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ എഫിഷ്യൻസി എന്തായി? ഈറ്റ ഡാഷ്. അപ്പോൾ ഈറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ഓക്കെ T2 മൈനസ് 50 ഡിവൈഡഡ് ബൈ T1. അപ്പോൾ ഈറ്റ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 0.4. അപ്പോൾ 0.4 ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ T2 ബൈ T1. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 50 ബൈ T1 ദറ്റ് ഈസ് 0.4 ഇസ് ഈക്വൽ ടു ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0.2 ഇസ് ഈക്വൽ ടു 50 ബൈ T1. ഓക്കെ, ഇത് പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ദറ്റ് ഈസ് 50 ബൈ T1 is equal to ഇതിങ്ങ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.2. Therefore T1 is equal to 50 by 0.2 that is 500 by 2 that is 250 Kelvin. അപ്പോൾ T1 നമുക്ക് എന്ത് കിട്ടി? 250 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 250 ആൻസർ വരുന്നത് ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ 250 ഉള്ള ഓപ്ഷനുള്ള രണ്ടെണ്ണം ഉണ്ടായിരുന്നു എങ്കിൽ ഓക്കെ, നമുക്കിനി എന്ത് നോക്കാം? T2 എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 എടുക്കണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം 0.2 ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഓക്കെ, T1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാ? 250.
ഓക്കെ. അപ്പോൾ ഇതിങ്ങ് പുറത്തേക്ക് വരുമ്പോൾ T2 by 250 ഈക്വൽ ടു 1 മൈനസ് 0.2. ഓക്കെ. അപ്പോൾ T2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 250 ഇൻറ്റു 0.8 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 200 കെൽവിൻ ആണ്. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് ദ ഹൈറ്റ്സ് ഓഫ് എ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ആൻറ്റിന ആർ ഈച്ച് ഈക്വൽ ടു എച്ച്, ദ മാക്സിമം ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ, ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എർത്ത് ആണെന്നിരിക്കട്ടെ. ഈ എർത്തിൻ്റെ റേഡിയസ് ആറാണ്. ഈ എർത്തിൻ്റെ സർഫസിൽ നമ്മളൊരു ആൻറ്റിന വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയാണ്. ഈ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ഹൈറ്റ് നമ്മൾ HT എന്നെടുക്കുക. ഓക്കെ, HT. അപ്പം ഈ ആൻറ്റിനയിൽ നിന്നും സിഗ്നൽ ട്രാവൽ ചെയ്തു പോകുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ ഈ ആൻറ്റിനയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ആൻറ്റിനയുടെ റേഞ്ച് ചോദിച്ചാൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ റേഞ്ച് നമ്മൾ DT എന്ന് എഴുതുക. അപ്പോൾ DT ഈസ് ഈക്വൽ ടു റൂട്ട് 2RH ആണ് ദ റേഞ്ച് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. അങ്ങനെയെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ രണ്ട് ആൻറ്റിനയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, ഇത് നമ്മുടെ റിസീവിങ് ആൻറ്റിനയാണെന്നിരിക്കട്ടെ. ഈ റിസീവർ ആൻറ്റിനയുടെ ഹൈറ്റ് ഞാൻ HR എന്ന് എടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിനെ ഞാൻ DT എന്നെടുത്തു. ഓക്കെ. അപ്പോൾ ഇതിനെ എനിക്ക് എഴുതാം DR. അപ്പോൾ DR നമുക്ക് എങ്ങനെ എഴുതാം? DR is equal to റൂട്ട് 2RH എന്നെടുക്കാം. ഓക്കെ. അപ്പം ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഈ ടോട്ടൽ മാക്സിമം ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ് എടുത്താൽ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാം. മാക്സിമം ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ് DM is equal to DT പ്ലസ് DR ആണ്. ഓക്കെ. DT എത്രയായിരുന്നു? റൂട്ട് 2RHT പ്ലസ് റൂട്ട് 2RH6. ഓക്കെ. ഇതാണ് മാക്സിമം ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ഓർത്തിരിക്കുന്ന ഒരാളിന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ ആൻസറിലേക്ക് പോവാം. DM is equal to റൂട്ട് 2R. HT is equal to നമുക്ക് എന്താണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്? HR. രണ്ടിൻ്റെയും ഹൈറ്റ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് 2RH പ്ലസ് റൂട്ട് 2RH ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 2RH എന്ന് വരും. ഈ 2നെ നമ്മൾ അങ്ങ് അകത്തേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ 4 ആവും. 4 ഇൻറ്റു 2 8. അപ്പോൾ 8RH എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൂട്ട് 8RH ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6ൽ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കി. എ ബസ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ബസ്, ഈ ബസ് മൂവ് ചെയ്യുന്നു. ഈ ബസ്സിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ബസ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു ബസ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എ സ്കൂട്ടറിസ്റ്റ് വിഷസ് ടു ഓവർടേക്ക് ദ ബസ് ഇൻ 1 മിനിറ്റ്. ഓക്കെ. ഈ ബസ്സിന് തൊട്ട് പിന്നാലെയായിട്ട് ഒരു സ്കൂട്ടറിൽ കൂടി ഒരാൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ സ്കൂട്ടറിൽ കൂടി പോകുന്ന ആൾ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്കൂട്ടറിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് ഞാൻ VS എന്ന് എടുത്തു. ഓക്കെ. ഇനി ഇപ്പോൾ ഈ സ്കൂട്ടറുകാരൻ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിച്ച ആ മൊമെൻറ്റിൽ ഈ ബസ്സും ഈ സ്കൂട്ടറും തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാ? 1.2 കിലോമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 1200 മീറ്റർ. ഓക്കെ. ഇയാൾ എത്ര സമയം കൊണ്ടാണ് ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഓക്കെ. ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 1 മിനിറ്റ്. ദറ്റ് ഈസ് 60 സെക്കൻഡ്. ഓക്കെ. അപ്പോൾ 60 സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ ഇത്രയും സെപ്പറേഷനിലുള്ള ഈ ബസ്സിനെ ഇയാൾ ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവിടെ ആക്സിലേറ്റ് ചെയ്യുന്നു എന്നൊന്നും തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇയാൾ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് വെലോസിറ്റിയിൽ പോയാൽ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ബസ്സിനെ അങ്ങ് റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ റിലേറ്റീവ് വെലോസിറ്റിയിൽ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുക്കുന്ന
ടൈമാണ് ഈ T60 സെക്കൻഡ് എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 60 സെക്കൻഡിൽ ഈ 1200 മീറ്റർ റിലേറ്റീവ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബസ്സിനെ നമ്മൾ വെർച്വലി റെസ്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? VB മൈനസ് VB, അപ്പോൾ അത് 0 ആയി അല്ലേ. അപ്പോൾ ബസ്സിനെ നമ്മൾ വെർച്വലി റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും അതേ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ VS മൈനസ് VB. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ്. ഓക്കെ, അപ്പം വെലോസിറ്റി ഓഫ് സ്കൂട്ടർ വിത്ത് റെസ്പെക്ട് ടു ബസ് VS മൈനസ് VB. അപ്പോൾ ഈ വെലോസിറ്റിയിൽ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, VSB ഈക്വൽ ടു ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ബൈ ടൈം. ദറ്റ് ഈസ് VSB എത്രയാ? VS മൈനസ് VB ഈക്വൽ ടു X ബൈ T, which means VS is equal to VB plus X by T. ഓക്കെ, ഡയറക്റ്റ്ലി നമുക്ക് ഈ ഇക്വേഷനാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ഒരാളിൻ്റെ മനസ്സിൽ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബസ് നമുക്ക് തന്നിട്ടുണ്ട് 10 പ്ലസ് വെലോസിറ്റി ഓഫ് സ്കൂട്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട് 1200 ബൈ 60. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 10 പ്ലസ് ഇത് ചെയ്യുമ്പോൾ എത്രയാ? ഈ 0 പോയി. ഓക്കെ, ബാക്കി 20, ദറ്റ് ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ സ്കൂട്ടറുകാരൻ 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഓക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ്, 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതൊരു തെർമോഡൈനാമിക്സിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എ ബോഡി കൂൾസ് ഫ്രം 60 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് ഇൻ 10 മിനിറ്റ്സ്. ഒരു ബോഡി അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് T2 ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അത് മാറാനെടുത്ത ടൈം തന്നിട്ടുണ്ട് 10 മിനിറ്റ്സ്. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അത് എത്രയായിട്ട് മാറി? 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഈ 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അടുത്ത ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓക്കെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് T0, അത് 25 ആണ്. അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയാണ്? T1. അപ്പോൾ T1 മൈനസ് T2 ബൈ T ഈക്വൽ ടു K ഇൻറ്റു T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 മൈനസ് 50 ബൈ 10 ഈക്വൽ ടു K ഇൻറ്റു T1 പ്ലസ് T2, 60 പ്ലസ് 50 ബൈ 2 മൈനസ് 25, ദറ്റ് ഈസ് 10 ബൈ 10 1 ഈക്വൽ ടു K ഇൻറ്റു 110 ബൈ 2 55 മൈനസ് 25. അപ്പോൾ Kക്ക് നമുക്കൊരു വാല്യൂ കിട്ടി. എത്രയാ? 1/30. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഞാൻ അത് എന്തെടുത്തു? T1 ഡാഷ് എന്നെടുത്തു. ആ T1 ഡാഷ് എത്രയാ? ഈ 50 ആണ്, 50 ഡിഗ്രി സെൽഷ്യസ്. അത് എത്രയായിട്ട് മാറണം? T2 ഡാഷായിട്ട് മാറണം. ഓക്കെ, എത്ര സമയം കൊണ്ട്? 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ. അപ്പോൾ ഈ T2 ഡാഷിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതേ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ T1 ഡാഷ് മൈനസ് T2 ഡാഷ് ബൈ T ഈക്വൽ ടു K ഇൻറ്റു T1 ഡാഷ് പ്ലസ് T2 ഡാഷ് ബൈ 2 മൈനസ് T0. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 50 ആണ് T1 മൈനസ് T2 ഡാഷ് ബൈ 10 ഈക്വൽ ടു കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1/30. അപ്പോൾ 1/30 ഇൻറ്റു T1 50. ഓക്കെ, പ്ലസ് T2 ഡാഷ് ബൈ 2 മൈനസ് 25. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 50 മൈനസ് T2 ഡാഷ് ഓക്കെ ഈക്വൽ ടു 1/30
3 into 50 plus T2 dash minus 50 by 2. Okay. That means 50 minus T2 dash is equal to ഈ 15 പോയി ബാക്കി T2 dash by 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 300 മൈനസ് 6 T2 dash is equal to T2 dash, that is 300 is equal to 7 T2 dash. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? T2 ഡാഷിൻ്റെ വാല്യൂ ആണ്, ദറ്റ് ഈസ് 300 by 7 വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു 42 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 42-അടുത്തുള്ള ആൻസർ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. 42-അടുത്തുള്ള ആൻസർ ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഓപ്ഷൻ എ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, from a point on the ground at a distance 2 meters from the foot of a wall, a ball is thrown at 45 degree. അതായത് ഇവിടെ ഒരു വോൾ ഉണ്ട്. ഓക്കെ, ഈ വോളിൻ്റെ ഫൂട്ടിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെ? 2 മീറ്റർ അകലെ നിന്നും നമ്മളൊരു പോയിൻ്റ് ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊജക്റ്റ് ചെയ്യാണ്. എത്ര ഡിഗ്രിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്? പ്രൊജക്റ്റ് ചെയ്തത് 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത ഈ ബോള് എന്ത് ചെയ്തു? ഈ ബോളിൻ്റെ ജസ്റ്റ് മുകളിൽ കൂടി ടച്ച് ചെയ്ത് ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ബോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പോയിന്റിൽ ചെന്ന് വീണു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്ത ഈ ബോള് ജസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്ത ഒരു പോയിന്റിൽ ചെന്ന് വീണു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 2 മീറ്റർ. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാ? ആ വോളിൻ്റെ ബോട്ടത്തിൽ നിന്നും അതർ സൈഡിൽ 4 മീറ്റർ അകലെയാണ് പോയി വീണത്. അപ്പോൾ ഇത് 4 മീറ്റർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഈ വോളിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ്, ഹൈറ്റ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുന്ന പാത്ത് എപ്പോഴും എന്താണ്? ഒരു പരാബോളയാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുമ്പോൾ ദാണ്ട് ഈ പോയിന്റിലെത്തുമ്പോൾ അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ആ പാത്തിൽ എക്സ് കോർഡിനേറ്റ് 2 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ്സ് വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ വോളിൻ്റെ ഹൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ പരാബോളയാണ് പാത്ത് എന്ന് ഞാൻ പറഞ്ഞു. ആ പാത്തിൻ്റെ ഇക്വേഷൻ എന്താ? y is equal to x tan theta minus gx square by 2u square cos square theta. ഇതാണ് ഒരു പരാബോളയുടെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ പരാബോളിക് പാത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഒന്നും കൂടെ ഒന്ന് മിനിമൈസ് ചെയ്താൽ, ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയും ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ. അപ്പോൾ അങ്ങനെ ഈ പാത്തിന് 1-2 രീതിയിൽ നമുക്ക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സും കോസ് തീറ്റ യു ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഈ ബോഡി എവിടെയാണോ എത്തിയത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പം നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 2 മീറ്ററിന്. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് 45 ആണെന്ന്. ഓക്കെ, ഈ ആർ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ റേഞ്ച് ആണ്. ഓക്കെ, റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? ഇവിടുന്ന് ഇവിടം വരെ 2 മീറ്റർ, ഇവിടുന്ന് ഇവിടം വരെ 4, അപ്പോൾ അത് 6 മീറ്റർ ആണ്. അപ്പോൾ നമുക്കുള്ള എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ y is equal to നമുക്ക് എങ്ങനെ എടുക്കാം? എക്സിന് പകരം 2 ഇൻറ്റു ടാൻ 45 ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം 2 ബൈ ആറിന് പകരം 6, ദറ്റ് ഈസ് 2 tan 45 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 6 മൈനസ് 2 4 ബൈ 6, ദറ്റ് ഈസ് ഈക്വൽ ടു 4 ബൈ 3 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാ? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ബൈ 3 മീറ്റർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നോക്കിയേ, വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വളരെ ടഫാണെന്ന് തോന്നും. നിങ്ങൾ വേറെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും ഇത്തരം പ്രോബ്ലം ചെയ്യാൻ. പക്ഷേ ഇവിടെ നോക്കിയേ, ഒറ്റ
ഒറ്റ ഇക്വേഷൻ, ഈ ഇക്വേഷൻ അങ്ങോട്ട് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇങ്ങനെയുള്ള പ്രൊജക്റ്റൈൽ മോഷനിലൊക്കെ പല പ്രോബ്ലവും ലെങ്തി ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെല്ലാം ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോബ്ലം അധികം ടൈം ഇല്ലാതെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ടഫായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സെക്ഷനാണ് ഈ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 blocks of masses 5 kg, 3 kg and 2 kg are placed on a rough surface. ശ്രദ്ധിക്കണം, ഇത്തരം ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷൻലെസ് സർഫസ് ഉള്ള ക്വസ്റ്റ്യൻ വരും. ഇത് ഫ്രിക്ഷൻ ഉള്ള ഒരു സർഫസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ ഉള്ള ഒരു സർഫസ് ആണ്. ഈ 5 കിലോഗ്രാമിലേക്ക് എന്ത് കൊടുത്തു, ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ 3 കിലോഗ്രാം on 2 kilogram. ഈ 3 കിലോഗ്രാം മാസുള്ള ബോഡി ഈ 2 കിലോഗ്രാമിലേക്ക് കൊടുക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ സിസ്റ്റം മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ സിസ്റ്റം ഹാസ് എ ഹോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ മൊത്തം മാസ് എത്രയാ, 5, 3, 2. ഓക്കെ, അപ്പോൾ എത്രയാ, 10 കിലോഗ്രാം ആണ്. ഈ 10 കിലോഗ്രാം ഉള്ള സിസ്റ്റത്തിലേക്കാണ് എത്ര ഫോഴ്സ് കൊടുത്തത്, 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ഹാസ് എ ഹോൾ, അങ്ങോട്ട് മൂവ് ചെയ്യും, ഒരു ആക്സലറേഷൻ. നമുക്ക് ആ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഫ്രിക്ഷൻലെസ് സർഫസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് = ma എന്നെടുത്താൽ മതി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആരുണ്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് ഞാൻ F എന്നെടുക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം, അങ്ങോട്ട് ഉള്ള ഫോഴ്സ് അല്ലേ എത്രയായിരിക്കും, ഇതിൻ്റെ മൊത്തം മാസ് അല്ലേ m1 + m2 + m3, അതാണ് 10 അല്ലേ. അപ്പോൾ 10 × a അതിൻ്റെ ആക്സലറേഷൻ = അങ്ങോട്ട് കൊടുത്ത നെറ്റ് ഫോഴ്സ് = ഓക്കെ 20 നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഫോഴ്സാണ് അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പോൾ 20 മൈനസ് ഇങ്ങോട്ട് ആക്ട് ചെയ്ത ഫ്രിക്ഷണൽ ഫോഴ്സ് സ്മോൾ f, ദാറ്റ് ഈസ് 10a = 20 മൈനസ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, F = μkmg ആണ്. ഓക്കെ, അപ്പം µkയുടെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാ, 0.1 ഇൻറ്റു ഈ സിസ്റ്റത്തിൻ്റെ മൊത്തം മാസ് എത്രയാ, 10 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് നമുക്ക് എന്തെന്നെടുക്കാം, 10 എന്നെടുക്കാം. അപ്പോൾ 10a = 20 മൈനസ് 10, ദാറ്റ് ഈസ് a = എന്താ, 10/10 1. അപ്പോൾ 1 m/s². അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ നമ്മളോട് ചോദിച്ച ഇതല്ല, ഈ 3 കിലോഗ്രാം മാസ് 2 കിലോഗ്രാം മാസിലേക്ക് കൊടുത്ത ഫോഴ്സ് എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ പറഞ്ഞുകൂടെ, ഇതാണ് നമ്മുടെ 3 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റ്, ഇത് നമ്മുടെ 2 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് ഉണ്ട്, അതിനെ ഞാൻ F1 എന്നെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 കിലോഗ്രാം മാസിലേക്ക് ഈ കൊടുക്കുന്ന ഈ കോണ്ടാക്റ്റ് ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കിലോഗ്രാം മാസ്, ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാ, 1 m/s². ഇതിലേക്ക് അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന കോണ്ടാക്റ്റ് ഫോഴ്സ് F1. ഓക്കെ, ഇനി ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. ആര്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഇവിടെ കിട്ടുന്ന ഫോഴ്സ്. അത് ഏത് ഫോഴ്സ്, ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടുത്തെ മാസ് അല്ലേ m, a = F1 മൈനസ് F. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാസ് എത്രയാ, 2 കിലോഗ്രാം ആണ്. അപ്പോൾ 2 ഇൻറ്റു ആക്സലറേഷൻ എത്രയാ, 1 = F1 മൈനസ് ഇവിടെ ഇവിടുത്തെ മാസ് mg, ദാറ്റ് ഈസ് F1 = 2. ഇത് പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് മ്യൂവിൻ്റെ വാല്യൂ എത്രയാ, 0.1 ഇൻറ്റു 2 കിലോഗ്രാം ഇൻറ്റു 10. ഓക്കെ, ദാറ്റ് ഈസ് = 2 പ്ലസ് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2, ദാറ്റ് ഈസ് 4.
4 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റ് 2 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് എത്രയാണ്? 4 ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഫ്രിക്ഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് അത് കൗണ്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, ഈ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഈ ഫോഴ്സിന് ശേഷമുള്ള മാസ്. ഇതിനെ ഞാൻ M1 എന്നും ഇതിനെ ഞാൻ M2 എന്നും ഇതിനെ ഞാൻ M3 എന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന കോണ്ടാക്റ്റിംഗ് ഫോഴ്സ് F1 ഇസ് ഈക്വൽ ടു M3 ബൈ M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു ഇതിലേക്ക് കൊടുത്ത നെറ്റ് ഫോഴ്സ്. ഓക്കെ, ദറ്റ് ഈസ് 20. അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ 20 എന്ന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ എ എന്ന് എടുത്താൽ മതി. ഓക്കെ, എ 20 അല്ല, ഇതിനുണ്ടായ ആക്സലറേഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ഡിജിറ്റൽ ഗേറ്റ് ആണ്. ഓക്കെ, ആ ഡിജിറ്റൽ ഗേറ്റിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഔട്ട്പുട്ട് 1 വരണം എന്നുണ്ടെങ്കിൽ ഈ എയിലും ബിയിലും സിയിലും കൊടുക്കുന്ന സിഗ്നൽസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ റിവേഴ്സ് ട്രാക്ക് ചെയ്യുക. ഓക്കെ, ബാക്ക്വേർഡ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? ഒരു നോർ ഗേറ്റ് ആണ്. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ y ഇസ് ഈക്വൽ ടു നമുക്ക് 1 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് വരേണ്ടത് ഈ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ആയിരിക്കുന്നത്, അതിൻ്റെ മുന്നേ വരേണ്ടത് എന്താ? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും വരുന്നത് 0 0. ഓക്കെ, ഇനി ഇത് നോക്കിയത് ഒരു നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ ഇവിടെ നോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വരണം എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ വരുന്നത് 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 1 വരണം എന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ടും 1 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 വരണം എന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? ബി ഡയറക്റ്റ്ലി 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ എ 0, ബി 1, സി 1, അങ്ങനെ വരുന്ന ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11ൽ തന്നിരിക്കുന്നത് ഒരു ജെർമേനിയം ഡയോഡ്, സിലിക്കൺ ഡയോഡ്, ഇത് രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അതിനെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ആദ്യം സർക്യൂട്ടിൽ ഇത് രണ്ടുമുണ്ട്, ജെർമേനിയവും ഉണ്ട് സിലിക്കണുമുണ്ട്. ജെർമേനിയത്തിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതെത്രയാണ്? 0.3 വോൾട്ട്. സിലിക്കൺ അക്രോസ് ആയിട്ടുള്ളത് 0.7 വോൾട്ടുമാണ്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ സിലിക്കണിനെ നമ്മൾ അങ്ങ് റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ സർക്യൂട്ടിൽ എന്തുണ്ട്? സിലിക്കനും ജെർമേനിയവും രണ്ടുമുണ്ട്. അപ്പോൾ ആദ്യം നോക്കണം ഇത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഈ പോസിറ്റീവാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ പോസിറ്റീവാണ് ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും എന്തിലാണ്? ഫോർവേഡ് ബയാസിലാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജെർമേനിയത്തിന് അക്രോസ് ആയിട്ടുള്ളത് 0.3ഉം സിലിക്കൺ അക്രോസ് ആയിട്ടുള്ളത് 0.7ഉമാണ്. ഓക്കെ, അപ്പം ഓഫ് കോഴ്സ് ആദ്യം ഇത് കണ്ടക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ജെർമേനിയം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 വോൾട്ട് അപ്ലൈ ചെയ്തു, ഇതിന് രണ്ടിന് അക്രോസ് ആയിട്ട് 12 വോൾട്ട് അപ്ലൈ ചെയ്തു. ഈ ജെർമേനിയമാണ് ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് 0.3 വോൾട്ട് ഡ്രോപ്പ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V0 ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം 12 വോൾട്ട് മൈനസ് ഇവിടെ ഡ്രോപ്പായ വോൾട്ടേജ് 0.3. അപ്പോൾ V0 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? 11.7 വോൾട്ട് എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ആരെ അങ്ങ് റിവേഴ്സ് ചെയ്തു? ഇൻ ദ ഫോളോയിങ് ഫിഗർ ജെർമേനിയം ഡയോഡ് ഈസ് കണക്റ്റിംഗ് ആർ റിവേഴ്സ്ഡ്. ഓക്കെ, ജെർമേനിയത്തെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് റിവേഴ്സ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ജെർമേനിയത്തെ റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെർമേനിയൻ ഡയോഡിനെ നമ്മൾ ഇതാ ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്യും.
ഓക്കെ. അപ്പോൾ ജെർമേനിയം എന്തായിട്ട് മാറി? റിവേഴ്സ് ബയാസിലായിട്ട് മാറി. അപ്പോൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ജെർമേനിയം ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ പിന്നെ വർക്ക് ചെയ്യുന്ന ആരായിരിക്കും? സിലിക്കൺ ആയിരിക്കും. സിലിക്കൺ അക്രോസ് ആയിട്ട് 0.7 വോൾട്ട് ഡ്രോപ്പായി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് നമുക്ക് ഇങ്ങനെ എടുക്കാം. V0 = അപ്ലൈ ചെയ്ത 12 വോൾട്ട് മൈനസ് ഇവിടെ ഡ്രോപ്പായ 0.7. ഓക്കെ. അപ്പോൾ V0 നമുക്ക് എങ്ങനെ കിട്ടും? 11.3 വോൾട്ട് എന്ന് കിട്ടും. കേസ് നമ്പർ 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടായ ചേഞ്ച് ഡെൽറ്റ V = എന്തായിരിക്കും? 11.7 മൈനസ് 11.3 ദറ്റ് ഈസ് 0.4 വോൾട്ടിൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ടാകും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ B 0.4 is the right answer for this question. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 12. In Bohr atom model, the total energy of the electron in the hydrogen atom is minus 3.4 electron volt. Then its angular momentum about the nucleus is. Okay. അപ്പോൾ Bohr atom model ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഓർബിറ്റിലുള്ള എനർജി നമുക്ക് -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ആരെയായിരിക്കും കറസ്പോണ്ട് ചെയ്യുന്നത്? ദിസ് എനർജി കറസ്പോണ്ട്സ് ടു സെക്കൻഡ് ഓർബിറ്റ്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റിലെ എനർജിയാണ് E2 ആണ് എത്ര? -3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാ? n = 2 ആണ്. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ആ ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ. ഓക്കെ. അപ്പോൾ ബോർ മോഡലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗുലാർ മൊമെൻറ്റം കറസ്പോണ്ട്സ് ടു n ഓർബിറ്റ്. nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു nh/2π ആണ്. ഓക്കെ. ദറ്റ് ഈസ് നമ്മുടെ സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ L2 ഈസ് ഈക്വൽ ടു 2h/2π. ഓക്കെ. 2 ഉം 2 ഉം പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? h/π എന്ന് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ ദ സെൽ ഹാസ് ആൻ EMF ഓഫ് 10 വോൾട്ട് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഈസ് 1 ohm. The other resistance are shown in the figure. The potential difference between A and B. ദാ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാ ഈ A എന്ന് പറയുന്ന ഈ പോയിന്റും ഈ B എന്ന് പറയുന്ന ഈ പോയിന്റും അതിന് രണ്ടിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം? ഓക്കെ. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഞാൻ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ. ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കറണ്ട് I = നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന EMF ബൈ ഓക്കെ ആ സർക്യൂട്ടിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 10 വോൾട്ട്. ഓക്കെ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R നമുക്ക് തന്നിട്ടുണ്ട് 1 ohm. ഇനി ഈ സർക്യൂട്ടിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നോക്കിയേ, ഈ 4 ohmഉം ഈ 2 ohmഉം എങ്ങനെയാ? സീരീസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താകും? നമുക്ക് 6 ohm എന്ന് എടുക്കാം. ഇനി ഈ 2 ohmഉം ഈ 4 ohmഉം എങ്ങനെയാ? സീരീസാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറി? 6 ohm ആയിട്ട് മാറി. ഓക്കെ. ഇനി അതിന് സീരീസ് ആയിട്ട് എന്തുണ്ട്? ഒരു 1 ohm ഉണ്ട്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ നേരെ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? 1 ohm ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ള ഈ സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിയേ, ഈ 6 ohmഉം എങ്ങനെയാ? പാരലാണ്. ഓക്കെ. അപ്പോൾ ഒരേ റെസിസ്റ്റൻസ് ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ് പാരലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആ സിംഗിൾ റെസിസ്റ്ററിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 3 ohm ആയിട്ട് മാറും. ഈ 3 ohmന് സീരീസ് ആയിട്ടാണ് നമ്മുടെ 1 ohm വന്നിരിക്കുന്നത്. അതിനെ നേരെ നമ്മുടെ സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ohm ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറി? ഓക്കെ. 2 4 2 6. ഇത് 6 6 6 പാരലാണെങ്കിൽ 3 3 1 4. ഓക്കെ.
3 1 4 1 5. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ നമുക്ക് 4 കിട്ടിയത്, 3 3 1. അങ്ങനെ ഇവിടെ കറണ്ട് എത്ര എടുക്കാം? കറണ്ട് 10 ഓക്കെ, ആറിൻ്റെ വാല്യൂ 4 ആണ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ 10/5 ദറ്റ് ഈസ് 2 ആംപെയർ. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന നെറ്റ് കറണ്ട് എത്രയാണ്? 2 ആംപെയർ ആണ്. 2 ആംപെയർ. ഈ 2 ആംപെയർ കറണ്ട് ഇവിടെ എത്തുമ്പോൾ ക്രിച്ചോഫ്സിൻ്റെ ജംഗ്ഷൻ റൂൾ പ്രകാരം ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങോട്ടൊരു കറണ്ട് പോകും, ഇങ്ങോട്ടൊരു കറണ്ട് പോകും. ഇനി ഇങ്ങോട്ട് പോകുന്ന പാത്ത് നോക്കിയേ, ഈ പാത്തിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഓം ആണ്. ഈ പാത്തിൻ്റെയും റെസിസ്റ്റൻസ് എത്രയാ? 6 ഓം ആണ്. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് കറണ്ട് ഈക്വലായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അങ്ങോട്ട് 1 ആംപിയർ പോകും, ഇങ്ങോട്ടും 1 ആംപിയർ പോകും. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ പോയിന്റിനെ, ഇവിടെയുള്ള ഈ പോയിന്റിനെ ഞാൻ എക്സ് എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ എക്സിനും ഈ എക്കും ഇടയിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് 1 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൂടെ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എക്സ് മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ സീക്വൽ ടു ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപെയർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് 4. ദറ്റ് ഈസ് വി എക്സ് മൈനസ് വി എ സീക്വൽ ടു 4 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയെങ്കിൽ സിമിലർലി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിനും ഈ ബി എന്ന് പറയുന്ന പോയിന്റിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എടുക്കാം? വി എക്സ് മൈനസ് വി ബി സീക്വൽ ടു ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് 2 ആണ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 2. ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി എക്സും പോയി, ബാക്കി മൈനസ് വി എ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വി ബി സീക്വൽ ടു 2 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വി എ മൈനസ് വി ബി ആ. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഞാനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി എ മൈനസ് വി ബി സീക്വൽ ടു -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി, -2 is the right answer for this question. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. 2 beams of light having intensities I1 is equal to I and I2 is equal to 4I. രണ്ട് സോഴ്സ് S1 S2. ഈ S1ൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I1 is equal to I ആണ്. S2ൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I2 is equal to 4I ആണ്. ഈ രണ്ട് ലൈറ്റും സ്ക്രീനിൽ ഒരു പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബീം ഈസ് π/2 അറ്റ് എ പോയിന്റ് എ ആൻഡ് പൈ അറ്റ് എ പോയിന്റ് ബി. എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ലൈറ്റും ഇവിടെ വന്ന് സൂപ്പർപോസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫേസ് ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് π/2. ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ വരുന്ന ലൈറ്റും ഇവിടുന്ന് വരുന്ന ലൈറ്റും ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ സൂപ്പർപോസ് ചെയ്യുന്നു, അവിടുത്തെ ഫേസ് ഡിഫറൻസ് തന്നിട്ടുണ്ട് π. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റീസ് അറ്റ് എയിലുള്ള റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെയും ദെൻ ബിയിലുള്ള റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെയും ഡിഫറൻസ് കാണാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സീക്വൽ ടു എന്തായിരിക്കും? I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് ഓഫ് അവിടുത്തെ ഫേസ് ഡിഫറൻസ് എത്രയാ? π/2. കോസ് π/2 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? I1 പ്ലസ് I2 എന്ന് മാത്രം കിട്ടും. I1 എത്രയാ? I2 എത്രയാ? 4I. അപ്പോൾ നമുക്ക് 5I എന്ന് ആൻസർ കിട്ടും. ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ആയിട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കാം? IB is equal to I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് ഈ രണ്ട് ലൈറ്റും ഇവിടെ എത്തുന്ന ഫേസ് ഡിഫറൻസ് അതെത്രയാ? പൈ ആണ്. ദറ്റ് ഈസ് I പ്ലസ് 4I പ്ലസ് 2 ഇൻറ്റു റൂട്ട് I ഇൻറ്റു 4I ഇൻറ്റു -1. ദറ്റ് ഈസ് 5I പ്ലസ്. ഓക്കെ,
2 into 2i, okay, that is equal to 4i. ഇത് ഈ മൈനസ് ചേരുമ്പോൾ ഓക്കെ ഇവിടെ മൈനസായി, ഈ മൈനസ്, അപ്പോൾ 4i 5i മൈനസ് 4i, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും i എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ഡിഫറൻസ് IA മൈനസ് IB ഈസ് ഈക്വൽ ടു എന്താണ്? 5i മൈനസ് i, ദറ്റ് ഈസ് 4i എന്ന് ആൻസർ കിട്ടും. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇവിടെ തന്നിരിക്കുന്നത് എ ലൂമിനസ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും ഓക്കെ എത്ര ഡിസ്റ്റൻസ് അകലെ? 30 സെൻറ്റിമീറ്റർ അകലെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ u ഇസ് ഈക്വൽ ടു 30. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് ലെൻസ് ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ അതർ സൈഡിൽ ഓക്കെ നമ്മളൊരു കോൺവെക്സ് മിറർ വെച്ചിട്ടുണ്ട്. ആ കോൺവെക്സ് മിററിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ തന്നെ കോയിൻസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെൻസിനും ഈ മിററിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ തന്നെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇവിടുന്ന് ഒരു ലൈറ്റ് റേസ് വന്ന് പതിച്ചു. ഓക്കെ, ഇത് റിഫ്രാക്ഷൻ ശേഷം നേരെ ഈ മിററിൽ വന്ന് പതിക്കും. ഈ മിററിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടി വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീട്രേസ് ചെയ്യും. അപ്പോൾ റീട്രേസ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഇമേജ് ഫോം ചെയ്യും. സിമിലർലി ഇതാ ഇവിടുന്ന് ലൈറ്റ് അങ്ങോട്ട് പോയി. ഓക്കെ, അതിവിടെ വന്ന് പതിച്ചു. ഓക്കെ, അപ്പോൾ റീട്രേസ് ചെയ്ത് ഫൈനൽ ഇമേജ് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ പതിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് റേസ് എവിടെയാണ്? അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കായിരിക്കും വന്ന് പതിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് v ആണ്. ഓക്കെ, അപ്പോൾ v എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ലെൻസിൻ്റെ കേസിൽ അറിയാം 1/f ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അപ്പോൾ 1/u ഇസ് ഈക്വൽ ടു ഇത് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ 1/v മൈനസ് 1/f. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് u ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/u ഇസ് ഈക്വൽ ടു vf അപ്പോൺ f മൈനസ് v, ദറ്റ് ഈസ് u ഇസ് ഈക്വൽ ടു vf ബൈ f മൈനസ് v. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ നമ്മൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇവിടെ v ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് v ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/f ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതിങ്ങ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/u ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/v ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/f, ദറ്റ് ഈസ് 1/v ഇസ് ഈക്വൽ ടു uf അപ്പോൺ u പ്ലസ് f. അപ്പോൾ v ഇസ് ഈക്വൽ ടു uf ബൈ u പ്ലസ് f. u എത്രയാണ്? -30 ഇൻറ്റു f എത്രയാ? 20 ഡിവൈഡഡ് ബൈ u. ഓക്കെ, -30 പ്ലസ് 20 ദറ്റ് ഈസ് -600 ബൈ ഓക്കെ -10 എന്ന് കിട്ടും, ദറ്റ് ഈസ് 60. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് എത്രയാ? 60 ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 10 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 60 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 50. നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2 ബാർ മാഗ്നറ്റ് ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് m വീതമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ബാർ മാഗ്നറ്റുകളും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഒരു സിംഗിൾ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. ആ സിംഗിൾ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് m ഡാഷ് എന്ന് എടുക്കാം. അപ്പോൾ m ഡാഷ് എങ്ങനെ എടുക്കും? ഈ 2 മാഗ്നറ്റും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ √of m സ്ക്വയർ പ്ലസ് m സ്ക്വയർ, അപ്പോൾ √2 m സ്ക്വയർ ദറ്റ് ഈസ് √2m എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള സിംഗിൾ ബാർ മാഗ്നറ്റിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് സൗത്ത്, ഇത്
നോർത്ത്. ഇതിൻ്റെ ആക്സിയൽ ലൈനിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൻ്റെ ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? B is equal to μ0/4π ഇൻറ്റു ഇതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് 2 into m dash by d cube, that is μ0/4π into 2 root m. 2 into root 2 m by d cube. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി is the right answer for this question. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ്. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ 2 സക്സസീവ് നോഡ് ഈസ് ലാംഡ. നമ്മൾ സ്റ്റാൻഡിങ് വേവിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റാൻഡിങ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതൊരു നോഡാണ്, ഇത് അടുത്ത നോഡാണ്. ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള സെപ്പറേഷൻ എപ്പോഴും എത്രയായിരിക്കും? λ/2 ആയിരിക്കും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ 2 സക്സസീവ് നോഡ് ഈസ് ലാംഡ എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ ചോദിച്ചിരിക്കുന്നത്? ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ 2 മാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളൊരു പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തു, വിച്ച് ഈസ് ഹാങ്ഡ്. ഒരു മാസ്. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്ട്രെയിൻ എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 2 മാസും ഫ്രിക്ഷൻലെസ് സർഫസിലായിരിക്കുന്നത്, അത് രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്തെഴുതാം? ഒരു സിംഗിൾ മാസമായിട്ട് എടുക്കാം, 2m. അതിനെ നമ്മളൊരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഇരിക്കുന്നത്, ഒരു പുള്ളിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് m. അപ്പോൾ ഈ സ്ട്രിങ്ങിലേക്ക് എന്താക്ട് ചെയ്യും? ഒരു ടെൻഷൻ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ടെൻഷൻ കണ്ടുപിടിക്കാം. കാരണം സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ ഫോഴ്സ് വേണം. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? T is equal to ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് 2m ഇൻറ്റു ഇതിൻ്റെ മാസ് m ഡിവൈഡഡ് ബൈ 2m പ്ലസ് m ഇൻറ്റു g, ദറ്റ് ഈസ് 2m സ്ക്വയർ ബൈ 3m ഇൻറ്റു g, ദറ്റ് ഈസ് ഇവിടുത്തെ രമ്മും ഇവിടുത്തെ രമ്മും കൂടെ പോയിട്ട് 2/3mg എന്ന് കിട്ടും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ വയറിൽ ആക്ട് ചെയ്യുന്ന എന്താണ്? സ്ട്രെയിൻ ആണ്. വി നോ ദാറ്റ് യങ്സ് മോഡുലസ് y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ദറ്റ് ഈസ് സ്ട്രെയിൻ is equal to സ്ട്രെസ് ബൈ y. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ എ ആണെന്നിരിക്കട്ടെ, ദറ്റ് ഈസ് y. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ആയിരിക്കും. അപ്പോൾ T/A y. ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? 2/3mg. താഴെ എന്തുണ്ട്? a ഇൻറ്റു y. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കയറാം. നോയിങ് that the mass of moon is m/81, where m is mass of earth, find the distance of the point where gravitational field to the earth and moon cancels each other from the moon. അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ എർത്ത്, ഇത് നമ്മുടെ മൂണ്. ഇത് മൂണായിട്ട് ഞാൻ എടുക്കുന്നു, ഇത് എർത്ത്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താ? മാസ് ഓഫ് മൂൺ. ഞാൻ m എന്ന് എടുക്കുകയാണ്. അത് എത്രയാണ്? മാസ് ഓഫ് എർത്തിൻ്റെ 81, 1/81 ടൈംസ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് മാസ് ഓഫ് മൂൺ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ M is equal to എങ്ങനെ എടുക്കാം? സ്മോൾ m ഇൻറ്റു 81 എന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാസിനെ ഞാൻ 81 സ്മോൾ m എന്നും ഇതിൻ്റെ മാസ് മൂണിൻ്റെ മാസ് ഞാൻ m എന്നും എടുത്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എർത്തിൻ്റെ സെൻറ്റർ മുതൽ മൂണിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 6r ആണെന്ന്. 6 എർത്തിൻ്റെ റേഡിയസുമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഏതോ ഒരു പോയിന്റിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താകും? 0 ആകും. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആകുന്ന പോയിന്റിലാണ് അവർ തമ്മിലുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്
ക്യാൻസലായി പോകുന്നത്. ഓക്കെ, അത് ഈ മൂണിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഇവിടെയും ഇത് ചെയ്യാനൊരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. രണ്ട് മാസീവ് ഒബ്ജക്റ്റ് ഉണ്ട്. ആ രണ്ട് മാസീവ് ഒബ്ജക്റ്റിനിടയിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് 0 ആകുന്ന പോയിന്റ് ചോദിച്ചാൽ ഓക്കെ, നമ്മൾ ആ ഡിസ്റ്റൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു ഈ ബോഡിയിൽ നിന്നും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോഡിയുടെ മാസ് എടുക്കുക എം, അതിൻ്റെ റൂട്ട് ഡിവൈഡഡ് ബൈ ഓക്കെ ഇതിൻ്റെ റൂട്ട് ഓഫ് 81 എം പ്ലസ് ഇതിൻ്റെ മാസിൻ്റെ റൂട്ട് ഇൻറ്റു ഇവർക്കിടയിലുള്ള മൊത്തം സെപ്പറേഷൻ 6r. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ഇതിനകത്തൂടെ എല്ലാം ഒരു റൂട്ട് എം അങ്ങ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 1 ബൈ ഓക്കെ 1 ബൈ റൂട്ട് എം എല്ലാം പോയി ഓക്കെ 9 + 1 ഓക്കെ ഇൻറ്റു ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 6r എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. അത് 60r ആണ്, 60r ആണ്. ഓക്കെ ഇൻറ്റു 60r ദറ്റ് ഈസ് 1/10 ഇൻറ്റു 60r. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടും? 6r എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 6r അല്ല 60r ആണ് ഇവിടെ തന്നിട്ടുണ്ട്, അത് 60r ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇതിനകത്ത് ഓപ്ഷൻസ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 6r ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൻസർ 6r ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഈ ക്വസ്റ്റിൽ വന്നിരിക്കുന്ന ഇതാണ്: ഒരു റിങ്, അതുപോലെ സോളിഡ് സ്പിയർ ആൻഡ് ഡിസ്ക് ആർ റോളിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് സെയിം ഹൈറ്റ്, ദെൻ ദ സീക്വൻസ് ടു റീച്ച് ഓൺ ദ സർഫസ്. അപ്പോൾ ഇവിടെ നമ്മളൊരു അസംഷൻ എടുക്കുന്നു, ഈ റിങ്ങിൻ്റെയും ഈ സോളിഡ് സ്പിയറിൻ്റെയും അതുപോലെ ഡിസ്കിൻ്റെയും എല്ലാം മാസ് സെയിം ആണ്. ഓക്കെ, അതേപോലെ ഒരേ റേഡിയസുമാണ്, ഒരേ റേഡിയസും മാസുമുള്ള ഓക്കെ 3 ഒബ്ജക്റ്റുകളാണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നിന്നും ഓക്കെ ഒരേ ഹൈറ്റുള്ള ഇൻക്ലൈൻഡ് സർഫസ്, എല്ലാത്തിൻ്റെ ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ ഇവിടെ തീറ്റയാണ്. അപ്പോൾ ഈ മുകളിൽ നിന്നും ഈ 3 ബോഡിയും നമ്മൾ താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, അത് റോൾ ചെയ്ത് താഴെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇത് താഴെ എത്തുന്ന സീക്വൻസ് എഴുതാൻ എന്ന് പറഞ്ഞാൽ ആദ്യം എത്തുന്ന ആര്, രണ്ടാമത് എത്തുന്ന ആര്, മൂന്നാമത് എത്തുന്ന ആര് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ബോഡി റോൾ ചെയ്തൊരു സർഫസിൽ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ, ടൈം ടു റീച്ച് ബോട്ടം എന്ന് പറയുന്നത് 1/sin⁻θ ഇൻറ്റു റൂട്ട് 2h by g into 1 + k²/r². ഇതാണ് താഴെ എത്താൻ എടുക്കുന്ന ടൈം. 1/sin⁻θ ഇൻറ്റു റൂട്ട് 2h/g ഇൻറ്റു 1 + k²/r². ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും എച്ച് സെയിം ആണ്, ആംഗിളും സെയിം ആണ്, ജിയും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? റൂട്ട് 1 + k²/r². അപ്പോൾ ഈ k²/r² കൂടുതലുള്ളതിന് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും നമ്മൾ k²/r² കാണണം. അപ്പോൾ k²/r² എങ്ങനെയാണ് കാണുക? ഇതാ ആദ്യം തന്നിരിക്കുന്നത് റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിങ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിങ് നമുക്കറിയാം. അതിൻ്റെ ഇക്വേഷൻ എന്താ? mr² ആണ്. ഓക്കെ, റിങ്ങിൻ്റെത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ mr² ആണെങ്കിൽ ആ mr²ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതായിരിക്കും k²/r² എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ k²/r² = 1 ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഡിസ്ക് എടുത്ത് നോക്കണം. ഓക്കെ, ഡിസ്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ½ mr² ആണ്. ഇനി mr²ൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത് എന്താണോ അതായിരിക്കും k²/r². അപ്പോൾ k²/r² ഇവിടെ എത്രയാണ്? 1/2 ആണ്. ഓക്കെ, ഇനി സോളിഡ് സ്പിയർ എടുക്കണം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സോളിഡ് സ്പിയർ എന്ന് പറയുന്നത് ഓക്കെ 2/5 mr² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് 2/5 ആണ്. അപ്പോൾ k²/r² എന്ന് പറയുന്നത് 2/5 ആണ്. അപ്പോൾ ഇവിടെ നോക്കണം ഇനി നമ്മൾ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കുറവ് k²/r² ഉള്ളതാണ് പെട്ടെന്ന് താഴെ എത്തുന്നത്. അപ്പോൾ ആദ്യം എത്തുന്നത് ആരായിരിക്കും? സോളിഡ് സ്പിയർ ആയിരിക്കും. രണ്ടാമത് എത്തുന്നത് ആരായിരിക്കും? ഡിസ്ക് ആയിരിക്കും. മൂന്നാമത് വരുന്നത് ആരായിരിക്കും?
ഓക്കെ, റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ k²/r² കൂടുതലുള്ളത് ആരാ? അപ്പോൾ നമുക്ക് പറയാം ടൈം ഓഫ് സോളിഡ് സ്പിയർ ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഡിസ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് റിംഗ് ആണ്. k²/r² കൂടുതലുള്ളതിന് ടൈം കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ ആദ്യം എത്തുന്നത് ആരായിരിക്കും? ആദ്യം എത്തുന്നത് ഓക്കെ ഓക്കെ ഇവിടെ തിരിഞ്ഞുപോയി. k²/r² കൂടുതലുള്ളത് ഇതാണ്. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് റിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഡിസ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് സോളിഡ് സ്പിയർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ആരാ? റിംഗ് ആണ്. അപ്പോൾ ആദ്യം എത്തുന്നത് ആരായിരിക്കും? സോളിഡ് സ്പിയർ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21ൽ തന്നിരിക്കുന്നത് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ ഓഫ് മാസ് റൊട്ടേറ്റിംഗ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r വിത്ത് യൂണിഫോം സ്പീഡ് ഈസ് L. ദെൻ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് L ഈസ് ഈക്വൽ ടു എന്താണ്? mvr ആണ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്കറിയാം F ഈസ് ഈക്വൽ ടു എന്താണ്? mv²/r ആണ്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നും ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എഫ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ ഒരു എമ്മും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ m²v²/m r. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ mv²/m/r. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് mv ഇസ് ഈക്വൽ ടു എന്തെന്നെടുക്കാം? L/r എന്നെടുക്കാം. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L²/m/r² ഇൻറ്റു r, ദറ്റ് ഈസ് L²/m/r³ എന്ന ആൻസർ കിട്ടും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് വരാം. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് path of a charged particle in a uniform magnetic field is directly proportional to. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് സർക്കുലാർ പാത്തിൽ കറങ്ങും. അപ്പോൾ അതിൻ്റെ റേഡിയസ് r ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? mv/qb ആണ്. അപ്പോൾ നമുക്ക് പറയാം r ഈസ് പ്രപ്പോർഷണൽ ടു മാസ് ആണ്, r ഈസ് പ്രപ്പോർഷണൽ ടു v ആണ്. ഓക്കെ, അതുപോലെ r ഈസ് പ്രപ്പോർഷണൽ ടു mv എന്ന് പറഞ്ഞാൽ p ആണ് മൊമെൻറ്റം. അതുപോലെ r ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ചാർജ് ആണ്, r ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്താണെന്ന്. അപ്പോൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇതാ ഒരു റോഡ് ഓക്കെ അല്ലെങ്കിൽ ഒരു വയർ നമ്മളിങ്ങനെ അതിനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ സർക്കിളാക്കി ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോയിരിക്കുക. അപ്പോൾ ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് പോർഷൻ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ പുറത്തേക്കായിരിക്കും. അപ്പോൾ ആ സ്ട്രെയിറ്റ് പോർഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? μ0 I/, ഓക്കെ, ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. അപ്പോൾ μ0 I/, ഇവിടുന്ന് ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ 2πr. ഓക്കെ, പ്ലസ് ഈ സർക്കുലാർ പോർഷൻ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അത് പുറത്തേക്ക് തന്നെ ആയിരിക്കും. അത് എത്രയായിരിക്കും? μ0 I/2r ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? μ0 I/2πr നമ്മളങ്ങ് പുറത്തെടുത്തു. അപ്പോൾ 1 പ്ലസ് μ0 I/2r പുറത്തെടുത്തു. ഒരു പൈ ഇവിടെ പുറത്തേക്ക് എടുക്കാനില്ല, അപ്പോൾ മുകളിൽ കൊണ്ടുപോയി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും μ0 I/2πr ഇൻറ്റു 1 പ്ലസ് പൈ. Therefore answer option C. Option C is the right answer for this question. Okay. അടുത്തത് question number 24. Question number 24. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 24ൽ തന്നിരിക്കുന്നത് എ ഫ്ലാറ്റ് മിറർ റിവോൾവ്സ് ഇൻ എ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി മേക്കിംഗ് n is equal to 4 revolutions per second. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു മിറർ, ഒരു ഫ്ലാറ്റ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ മിററാണ്. ഓക്കെ, ഈ പ്ലെയിൻ മിറർ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത്
n is equal to 0.4 revolutions per second. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ആണ് എത്ര? 0.4 revolutions per second, that is 0.4 hertz. Okay. What velocity will a light spot moves along a spherical screen with a radius 15 meters? Okay, if the mirror at the center of curvature of the screen. അപ്പോൾ ഇതിനും ചുറ്റും നമ്മളൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിലേക്കൊരു ലൈറ്റ് റേസ് വന്ന് പതിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ സ്ക്രീനിൽ വന്ന് പതിക്കും. അങ്ങനെയെങ്കിൽ ഈ മിറർ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ പതിക്കുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? മിറർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി ചോദിച്ചാൽ ഒമേഗ ഡാഷ് ഇസ് ഈക്വൽ ടു മിററിൻ്റെ റൊട്ടേഷൻ്റെ ടോയ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒമേഗ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 ഒമേഗ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്പോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്നാ. അപ്പോൾ നമുക്ക് എഴുതാം v is equal to എന്തായിരിക്കും? r ഇൻറ്റു ഒമേഗ ഡാഷ്, ദാറ്റ് ഈസ് r ഇൻറ്റു ഒമേഗ ഡാഷിന് പകരം 2 ഒമേഗ, ദാറ്റ് ഈസ് r ഇൻറ്റു 2 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 പൈ ന്യൂ എന്നെഴുതാം. അപ്പോൾ 4 പൈ r ന്യൂ, ദാറ്റ് ഈസ് 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 15 ഇൻറ്റു 0.4. ഓക്കെ. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് അൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഓക്കെ, ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് v is equal to v0 sin omega t is applied across a circuit and as a result അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നിട്ടുണ്ട് I is equal to I0 sin omega t പ്ലസ് π/2. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് v0 sin omega t, ഫ്ലോ ചെയ്യുന്ന കറണ്ട് sin omega t പ്ലസ് π/2. അപ്പോൾ വോൾട്ടേജിനേക്കാൾ കറണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? 90 ഡിഗ്രി ലീഡ് ചെയ്തിരിക്കുകയാണ്. വോൾട്ടേജിനേക്കാൾ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു കപ്പാസിറ്ററിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. കറണ്ട് വോൾട്ടേജിനെ എന്തു ചെയ്യും? ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ വരുന്ന ആംഗിൾ എത്രയാ? π/2 ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായി? ഒരു കപ്പാസിറ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ കേസ് നമുക്കറിയാം. ഓക്കെ, അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 0. ഓക്കെ, അതിൻ്റെ പവർ ഫാക്ടർ 0 ആയിരിക്കും ഒരു കപ്പാസിറ്ററിലും ഒരു പ്യുവർ ഇൻഡക്ടറിലും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്, 0 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പല ക്വസ്റ്റ്യൻസും നല്ല തിയററ്റിക്കൽ നോളജ് ഉള്ളവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ CSR സാറ് കെമിസ്ട്രി ഡിസ്കഷനുമായിട്ട് വരുന്നതാണ്. ഞാൻ നമ്മുടെ സ്പേസ് സാറിന് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു.
Hi students, good evening to all. This is Someshwara. Now let's go to the discussion. The hybridization of boron in borax is, here borax is sodium tetraborate Na2B4O7 10H2O. Okay, this also known as a tinkle. What is the representation of the structure is? Here structure is Na2B4O5 OH taken 4 8H2O. Clear? So here boron here minus and this is a minus. In this one, two type of borons are there. What are the two? One is one type. This is a one type. Second one is this is a second one. So this is involved in how many sigma bonds are there here? 1, 2, 3. That's why this is involved in sp2 hybridization. This is the same category, is a sp2. Then this is sp3, this is sp3. That is why in borax, out of 4 borons, 2 borons are in sp2 hybridization and 2 borons are in sp3 hybridization. So this is option is this one. In borax, Na2B4O7, 4 borons are there. Out of 2 borons in sp2 hybridization, 2 borons in sp3 hybridization. This is also known as a tinkle. Clear? Next one. Here diatomic molecule, the correct statement for overlapping of 2 px orbital, either px, py or pz, that is depends upon the internuclear axis. Here sigma orbital, this is a plus minus, here plus minus. Sigma molecular orbitals are formed due to in-phase overlapping of atomic orbital. In-phase means crust versus crust or trough versus trough. That's why here then is equal to this is a minus, this is a minus, this is a plus. In this one these are the nodal planes. So it has totally two nodal planes. Okay. Next one is you are going to the this is sigma molecular orbital, is a sigma star.
sigma star molecular orbital is arises due to out of phase overlapping. Out of phase overlapping. This is in phase overlapping. This is in phase overlapping. So this one, this is plus minus, here plus minus, this is a plus plus means in phase overlapping, plus minus is out of phase overlapping. So this equal to then this is here is a plus, here minus, this is a minus and this is a plus. Now here totally 3 nodal planes. So here what the given question, it has here 2 nodal planes. So how many are there? Is a 0 is wrong, here 0 is wrong. Next one is sigma, 1 nodal plane is wrong. Next one, this is a correct. Sigma star orbital is a total 0 is wrong. How many are there? 3. So option is, answer is C. Is it clear? Therefore sigma bonding molecular orbital arises due to in phase overlapping, whereas sigma star bonding molecular orbital arises due to what is that? Out of phase overlapping. It has totally 2 nodal planes, it has totally 3 nodal planes. Is it clear? Next one is the most stable carbocation among the following is. Here the stability of carbocation, majority of the student confused about 3-degree benzyl carbocation or 3-degree alkyl carbocation, which is more stable. Then I am giving the easy way. Then total stability order is tropylium carbocation, this is extremely stable. Then 3-degree benzyl, next one is 2-degree, next one is allylic, greater than 3-degree alkyl carbocation, greater than benzyl carbocation. Next one is allyl carbocation, greater than 2-degree carbocation. Then ethyl carbocation, next one is methyl carbocation, then
here. This is the stability order of different carbocations. That is why here this is this one. Compared to this one, this is the more stable, and allyl, this is the benzylic. So what is the option? This is the more stable. Enterol, what is the stability order? This is a E greater than, what is the next one? E. Next one is A. Next one is, that is a C. Next one is here in these two, B, and the last one is D. We want most stable, that is the E option. Clear? So compared to this one, this is the most stable. Clear? Next one. What is the IUPAC name? Cl. This is a CH3. Here Br. Now we are taking numbering from here 1, 2, 3, 4, 5, 6. One possibility. Okay. What is the second possibility? This is 1, 2, 3, 4, 5 and 6 is a second possibility. According to lowest summing rule, what is the value of this one? Here 3 plus, next one is 5 plus, next one is 6. What is the value? That is 14. Now we are going to this side, 3 plus, 4 plus and 6. What is the value? Is a 13. Okay. So what is the lowest summing rule? This is the, therefore what is the answer for this one? 6 bromo, 3 chloro, 4 methyl, cyclohexane, 1 ene. This is the correct answer. What is the priority order? First one is the functional group, next one is the unsaturation, either double bond or triple bond, next one is what is that? Substituents. That's why this is a double bond. Next one, priority goes to the summing up of the rule. Clear? Next one. And then here you take ester. Then COO C2H5 is the ester, is subjected to acidic hydrolysis. And then what happened? Then carboxylic acid and alcohol, C2H5 OH. Okay. Now this is keto, here carboxylic acid. What is the compound of this one? Is a special compound. What is that? Beta keto acid, beta keto carboxylic acid. Here with respect to, this is alpha, this is a beta. So beta keto acid, beta keto acid. Then this beta keto acid is heated. Beta keto acid is heated. Then removal of water, removal of CO2 to form then beta keto acids are heated, easily decarboxylation takes place to form carbonyl compound. So what is the answer for this one? This is the answer. Clear? Next one is, then standard EMF of the cell. He gave a cell, nickel plus Cu plus 2 gives rise to nickel plus 2 plus Cu. What is the nth factor of the reaction? Its nth factor equal to 2. Nth factor equal to 2. So in this one, according to Nernst equation, what is that? E cell equal to E0 cell minus 0.059 by n log quotient. Log quotient. What is the quotient? Product concentration by reactant concentration. Clear? So at equilibrium state,
equilibrium state. What is that? Delta G equal to 0. That's why delta G equal to minus NF E cell equal to 0. Therefore, E cell equal to 0. Clear? And what is the one more? Then quotient equal to equilibrium constant. At equilibrium state, E cell equal to 0 and quotient equal to equilibrium constant. Clear? Now, therefore, then you substitute here. What is the quotient value? 0 equal to E cell minus 0.059 by, that is a 2 log equilibrium constant. Therefore, E cell equal to E0 cell equal to 0.059 by 2 log equilibrium constant. Is it clear? Now, what is the value of this one? This given value is then 0. That is 59 into 10 power minus 2 is equal to 59 into 10 power minus 3 by 2 log equilibrium constant. Okay. Now this one cancel. This is a 20 equal to log equilibrium constant. We know that log x equal to y. Therefore, x equal to anti-log y. That means anti-log means 10 power y. Similarly, log x equal to minus y. Therefore, x equal to 10 power minus y. According to this, equilibrium constant equal to, what is that? Anti-log 20. That means 10 power 20. So, what is the option for this one? This is the answer. Okay. What is the next equation? Next equation is E cell equal to E0 minus 0.059 log quotient. At equilibrium state, then delta G equal to 0, then E cell equal to 0, quotient equal to equilibrium constant. Okay na? Next one. Then here is a very regular questions. KMnO4 versus oxalic acid, KMnO4 versus more salt, or anyone, this kind of questions. You remembered one point. I can show what is the reason. First of all, nth factors of KMnO4 in acidic medium equal to, this is a 5. Then K2Cr2O7 acidic medium is a 6. Next one is ferrous compound, ferrous sulfate is a 1. Ferrous oxalate C2O4 is a nth factor equal to 3. Then ferric oxalate, then its nth factor equal to 6. CuSO4 in iodometry, this equal to 1. Generally copper sulfate nth factor equal to 2, but iodometry in hypo Na2S2O3 in iodometry nth factor equal to 1. You can remember this, don't try to solve. Okay, I am showing now, but this is the fixed values. Now here ferrous, here ferrous changes to ferric. How many units increases? 1 unit increases. That's why nth factor equal to 1. Is it clear? Next one is
Second one, ferrous oxalate C2O4. Then here Fe plus 2 changes to Fe plus 3. Here 1 unit increases. Now here C2O4 minus 2. What is the oxidation state of carbon? Plus 3. In CO2, that is oxidized to CO2. Then this is a plus 4. How many units increases? Plus 3 changes to plus 4 for 1 carbon. Here how many carbon atoms are there? 2 carbon atoms. So that's why here 2 into 1 equal to 2. 2 units increases. Total how many units increases? 3. That's why its nth factor equal to 3. Clear? Next one is ferric oxalate Fe2C2O4 taken thrice. Here ferric ion exists in ferric, this also exists in ferric. How many units increases? There is no change. Clear? Next one is C2O4 minus 2 changes to CO2. Here plus 3, this is a plus 4. How many units increases? 1 unit increases. But here how many carbon atoms are there? Then 3 into 2, 6 carbon atoms are there. So 1 into 6 equal to 6. Here totally how many? 6 units increases. That's why what is the nth factor? Ferric oxalate. Don't calculate. KMnO4 is a 5. K2Cr2 7. 6. Ferrous oxalate how much? 3. And ferric oxalate equal to how much? Ferric oxalate equal to 6. Any ferrous also changes to ferric. Clear? Now here according to law of reciprocal proportion, equivalence of oxidant equal to oxidant is equal to equivalence of reductant. For mixture is given. Here given sample has a mixture. What is that? KMnO4 is one sample, and then it changes to, then this is neutralized, that means oxidized to 3 samples: ferrous sulfate, ferrous oxalate, ferric oxalate. That is why then equivalent conductance, here equivalence of oxidant equal to sum of equivalence of reductants. When we are applying this one, then one oxidant, a mixture of reducing agents are given. This is a formula. And then one more important point is normality by molarity equal to nth factor. Is okay? Now what is the normality? Equivalence by volume. What is the molarity? Mole by volume. That's why this volume cancel. Equivalent by mole equal to nth factor. Therefore equivalence equal to, what is that? N into nth factor. That is equivalence equal to, if given question or given data in nth factors and moles, that means moles, we can use this kind of formula. So in this one, what is the equivalence? KMnO4. So equivalence of KMnO4. So n into nth factor is equal to sum of 3 reductants. What are the 3? N1, nth factor 1, plus N2, nth factor 2, plus N3, nth factor 3. How many moles are given? Each mole, 1 mole. How many moles of KMnO4? We want to find out this n value. What is the nth factor of KMnO4? Is a 5. Therefore, this is a n into, this is
n into, this is a 5 is equal to, then this is 1 into 1 plus 1 into, this is a 3 plus 1 into 6. Therefore, 5n equal to how much is a 10. What is the n equal to 10 by 2? Sorry, 10 by 5 equal to 2. So, number of moles of KMnO4 equal to how much? That is equal to 2. Answer is C. Here printing mistake is there. Here answer is C. Clear? Important model. KMnO4 nth factor equal to 5, K2Cr2O7 nth factor equal to, this is a 6, ferrous oxalate 3, ferric oxalate, okay, no? 6. Okay. What is the equivalent formula? This kind of questions, equivalence equal to n into nth factor. Okay. Next one. What is the color of vanadium plus 3 in aqueous solution? Okay. Then how to easily, I am giving one format, you can follow, you get easy answer. In aqueous solution, then vanadium this is VGB, vanadium plus 2, vanadium plus 3, vanadium plus 4. VGB, this is nothing but violet, this is violet, this is a green, this is a blue. Clear? Next one. Then chromium. Chromium. Here this is plus 2 and plus 3. This is the BV. Reverse. That is here blue. This is violet. The next one is manganese. Here is a plus 2, this is a plus 3, this is a PV, this is a pink, and this is violet. The next one is next one. Then iron, Fe. Fe, this is a plus 2, plus 3, this is a green, pale green, this is yellow. Next one is cobalt. Cobalt exists in plus 2 and plus 3, both are blue pink. Next one is nickel plus 2, green. Next one is copper plus 2, this is a blue. Next one is titanium plus 3, that is a purple. Next one is scandium plus 3, titanium plus 4, Zn plus 2 is a colorless. So our required is, what is the required? Vanadium plus 3 in aqueous solution. Vanadium plus 3. What is the answer? This is the answer. Is it clear?
Okay, you can practice properly. Next one is, how many of following compounds will give positive haloform test? Clear? Listen. Methyl ketone, methyl carbocation, methyl carbonyl compounds, methyl carbonyl compounds. What are the methyl carbonyl compounds? Then CH3 C double bond, this kind of groups. Second one is methyl carbenols, that means CH3 COH, this compound. Next one is, what is that? Ethyl ester, that means RC double bond O OC2H5, because this is subjected to hydrolysis, we get ethyl alcohol. Ethyl alcohol also gives the positive test. These compounds can form haloform when reacts with halogen in the presence of base. Here, what is the halogen? Halogen equal to chlorine, bromine and iodine. Okay, these are able to form CHX3, that is a iodoform compound. Clear? Therefore, here what is the first compound? Methanol. 1 CH3OH. No, here is not there. Next one, ethanol. CH3 CH2OH. Yes. Next, third one is, what is that? Formaldehyde. C double bond O C hydrogen. No. Next, fourth one. What is the fourth one? 3-pentanone. CH3 C double bond CH2 CH3. Then that is CH3 CH2 CH3 is no. Next, fifth one is, what is the fifth one? This acetone. CH3 C double bond CH3. Okay. Sixth one is, here what is the sixth one? Isopropyl alcohol. CH3 COH. Then next one is ethyl acetate. CH3 C double bond OC2H5. Yes, is a. Next one is methyl acetate. No, CH3 C double bond OCH3. No. So totally how many are there? 4. Clear? This is a 1, 2, 3, 4. One more important point is active methylene group compounds also. Then CH2 COOR. These compound also can form haloform test. Important. Clear? Next one. de Broglie wavelength of an electron in second orbit of lithium plus 2 is equal to, listen, lambda equal to h by mv. Here h equal to Planck's constant 6.626 into 10 power minus 34 joule per second. Okay. Next one, m equal to mass of electron 9.1 into 10 power minus 31 kgs. Next one, v equal to velocity of the electron, that value equal to 2.18 into 10 power 6 meter into, that is z by n
Z by N meter per second. You can substitute here, what is the value? Lambda equal to, you are substituting all 3.33 angstrom unit into N by Z. Important. Okay, na? This is the important formula. Important. From this one, if the given is hydrogen atom and N equal to 3, third orbit, electron in third orbit, if possible. And what is the value? That is N equal to how much? This is Z equal to 1 and N equal to 3. That's why this is what is the value of this one? Value 10 angstrom unit is a frequently asking question. Next one, in this question, what is that? This is 3.33 angstrom unit into, what is the N value? Second, 2 by lithium atomic number 3. So this is here, this is 1.1, therefore 2.22 angstrom unit. Is it clear? So answer is this one. Important one more point is lambda equal to h by mv with respect to mass and velocity. Lambda equal to h by under root 2 into kinetic energy into mass, if kinetic energy is given. With respect to potential, h by 2 into electron volt into mass. So for electron, lambda equal to under root 150 by volt in angstrom unit. So these are the different formats of de Broglie relations. Clear? Can practice important. Next one. Here we know that you take is a pure liquid. What is the nth? Mole fraction of pure liquid equal to 1. Per suppose, then in this one is a homogeneous miscible liquids. Miscible. A and B are in the solution. What is the mole fraction of binary solution? XA plus XB equal to 1. But in our question, what is that? These are the immiscible liquids. So for immiscible liquids, then I am taking two liquids. Two liquids I am taking. This is a one liquid. This is another liquid. Two immiscible liquids. Now its mole fraction equal to here. What is the mole fraction? This is, you take X, liquid X, not mole fraction, X. Its mole fraction equal to how much? X equal to how much? Is a 1. Pure liquid, na? This is a immiscible, pure liquid. This is a pure liquid. And then we take here, this is a Y, liquid Y. And then its mole fraction equal to XY equal to how much? Is a 1. Therefore, Px equal to P0 X into X, then that is a XX. Okay. Then what is the mole fraction? XX equal to how much? Is a 1. Therefore, P0 X equal to, what is that? P0. Similarly, Py equal to P0 Y, then
xy, xy equal to 1, that's why this is a P0y. Therefore, P total equal to P0 PA Px plus then Py. Okay. Therefore, is a P0x xx plus P0y into xy. This is 1 1. Indirectly, what is that? P total equal to P0x plus P0y. What is given? There the summing is answered. That is the main point. So, what is that? P total equal to 400 plus, what is that? 200. What is the value? 600 torr. Okay, na? So, answer is this one. Clear? Therefore, immiscible liquids are given. The total pressure of the immiscible liquid equal to sum of then vapor pressure of pure liquid, vapor pressure sum of vapor pressure of pure liquids. That's why there is no importance of these values because mole fraction value equal to 1. Clear? Then next one is here thermal stability of metal, alkali metal superoxides. So superoxides peroxides and for superoxides then stability is directly proportional to lattice energy. Generally, simple logic, generally large cation versus large anion has high lattice energy. Then stability is directly proportional to lattice energy. Similarly, small cation versus small anion has high lattice energy. Therefore, here this is a large size. So, O minus 2 and O minus, we know what is that? Carbonates, sulfates, peroxides, they are large size. These are large sized anions. That's why here large versus from top to bottom size increases. So alkali metal large size cesium, and then these are the large size. That's why from top to bottom the thermal stability or stability of alkali metal peroxides or superoxide gradually increases. So what is the answer for this one? Sodium, potassium, rubidium, cesium. This is the answer. Clear? Next one. Then here, according to rate expression, according to rate expression, A plus BB gives rise to CC is given. Now what is the rate law? According to rate law, this is minus 1 by A dA by dt is equal to minus 1 by B dB by dt is equal to plus 1 by C dC by dt. Here negative means reactant, plus means product. So here, then next one is, for suppose A gives rise to 2B is given. What is the relation? Rate equal to, that is
minus dA by dt is equal to plus 1 by 2 dB by dt. Is it right? Yes. Next, for suppose, next one is, then 2A gives rise to B is given. What the next? Rate equal to minus 1 by 2 dA by dt is equal to plus dB by dt. dB by dt. This is a rate expression. This is a rate expression. This is a rate expression. Okay. What is our given question? What is our question is here? Then here, this is, what is the value of this one? Log 2 na? This is a log 2, log A plus B. Therefore, log base 10 minus dA by dt is equal to log A plus B, then 2 dB by dt. Log cancel, minus dA by dt, minus means what is that? Reactant. How many reactants are there? 1. And this is plus 2 dB by dt. This is a product. This is coming to down. That is minus 1 by 2 dA by dt is equal to plus dB by dt. dB by dt. Then what is the format? This is the format. This is, therefore 2A gives rise to B. This is called dimerization. Dimerization. Two atoms are associated to form one molecule. What is the meaning of that? N-butane to isobutane. That is called isomerization. One reactant to one reactant. This is A. A gives rise to B type. One reactant to one product. What is the second one? B. Then C2H4 gives rise to C4H8. It's a double, na? That's why this is multiplied by 2. So next one is C. This is N2O4 gives rise to N2O4 gives rise to 2 NO2. What is that? This is A gives rise to 2B type. This is 2A gives rise to B type. What is the next one? Is the preparation of benzene by using acetylene trimerization. That is the D is C2H2 gives rise to C6H6. That means 3A gives rise to B type. Next one is, that is aromatization. Then annexation to benzene, that is A gives rise to B type. What is the required? 2A gives rise to B. No? What is the answer for this one? Answer is dimerization. Is it clear? Okay. Next one is cyanide ion CH3 C triple bond N. Then is subjected to partial hydrolysis. Then only 1 mole. Okay, no? Then here this is minus, here plus. This is a H plus and OH minus. So CH3 C double bond NH and this is OH. This is involved in tautomerism. Then CH3 C double bond NH2. This is a A or this is a X. What is the X value? This is. Next one is treated with Hofmann bromide degradation Br2 in the presence of KOH and heat. Removal of this one, we get CH3 NH2. This is Hofmann
Hofmann bromamide degradation. So what is the option for this one? This is the answer. What is the generalized equation in this one? How many moles of NaOH is required if we asked? How to find out that one? RCONH2 plus KOH plus Br2 gives raised to, here is the 4, RNH2 plus 2KBr plus K2CO3 plus 2H2O. What is the ratio of this one? Br2 versus KOH 1:4. So answer is C. Clear? Next one. Last one is, among the following is the most stable complex. Generally here cyanide ion is a strong ligand than oxalate ion. Here oxalate ion is a bidentate ligand. So C double bond O minus, C double bond O minus. This is AA minus 2 or AA minus 2 is a bidentate ligand. But due to chelation, what is the chelation? 5-membered or 6-membered ring structure complex compounds are called chelation. So what type of ligands are able to form chelation? Polydentate ligands. That's why due to chelation, then this is the most stable than all. We are expecting A is the most stable. Why? Ion oxygen state equal to +3 than +2. So we are expecting this one, but this is a most stable complex. And one more important point is what is that? C2O4 minus 2 generally weak ligand, but cobalt plus 3 coordination number 6 complexes, coordination number plus 3, then Fe plus 3 and Mn plus 2, here OX minus 2 and water also strong ligand, then OX. So for cobalt plus 3 water is a normally weak ligand, but cobalt plus 3 water and oxalate ions are strong ligands, and for Fe plus 3 oxalate ion is a strong ligand, act as a strong ligand. For Mn plus 3 oxalate ion act as strong ligand. So what is the reason to this one? Due to chelation. Clear? So compared to monodentate strong ligand, oxalate ion is able to form strong complexes. What is the reason? Due to chelation. So clear? Thank you. ഹലോ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ? യെസ്, നമുക്കറിയാം ഇന്ന് മെയ് എത്രാം തീയതിയാ? 6-ാം തീയതി അല്ലേ? യെസ്, നമുക്കിനി ഉള്ളത് ജസ്റ്റ് 10 days മാത്രം നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ കീം എക്സാം അല്ലെ. മെയ് 17 നടക്കാൻ പോവാ. നാളെ നീറ്റ് എക്സാം നടക്കാൻ പോവാ അല്ലെ. എന്തായാലും അറിയാലോ, എല്ലാം നമ്മുടെ നീറ്റ് പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നാളെ എക്സാം എഴുതാനായിട്ട് പോവാ. ഇതേപോലെ തന്നെ നമുക്കും ഒരു 10 days കഴിഞ്ഞ് പോകണ്ടേ? യെസ്, അടിപൊളിയായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. അതിന് വേണ്ടത് എന്താണ്? യെസ്, നമ്മൾ ഓൾറെഡി തിയറി പാർട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വേണ്ടത് അടിപൊളി ക്വസ്റ്റ്യൻസ്, തീർച്ചയായിട്ടും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതല്ലേ നമുക്ക് വേണ്ടത്. യെസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം ഞങ്ങൾ അന്ന് ചെയ്ത ക്വസ്റ്റ്യൻസാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടിക്കിടാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടില്ലേ ചില സമയങ്ങളിലൊക്കെ ഈ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾ എങ്ങനെയാണ് ഈ ഫുൾ മാർക്ക് മേടിക്കുന്നതെന്നൊക്കെ? ഈ 120 മിനിറ്റ് കൊണ്ട് അല്ലെ 120 ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഈ 2.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെ? അതിനെല്ലാം എന്താണ് കാരണം? ഒന്ന്, അവർക്ക് സ്പീഡ് ഉണ്ട്. യെസ്, ബട്ട്
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ് അല്ലേ? എപ്പോഴും പറയാറുള്ള ഒരു തോട്ടാണ് എന്താ? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. കറക്റ്റ് അല്ലേ? യെസ്. അവര് പ്രാക്ടീസ് ചെയ്യുന്നു, നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് അടിക്കുന്നു അല്ലേ? നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് അടിക്കുന്നു. നമുക്കറിയാം നമ്മളോട് 2+3 = 5 ആണെന്ന് ചോദിച്ചാൽ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടിയ കുട്ടികളെല്ലാം. ഇവരെല്ലാം നേരത്തെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടുവച്ചേക്കുക. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാ. അത് കാണുമ്പോൾ ജസ്റ്റ് എന്തിട്ടാ മതി? ടിക്കിട്ടാ പോരെ, വേറെ ഒന്നും അതിന്റെ ആവശ്യമില്ല. യെസ്. സോ നമുക്കും അതേപോലെ തന്നെ മാർക്ക് നല്ല പോലെ മേടിക്കണം. ടൈം സേവ് ചെയ്ത് നല്ല പോലെ മാർക്ക് മേടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. സോ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ അല്ലെ, ബ്രില്യന്റിന്റെ 960 ഔട്ട് ഓഫ് 960 കീമിന്റെ പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ ചാപ്റ്റേഴ്സ് നമ്മൾ ആദ്യമേ ഓരോ ചാപ്റ്ററിന്റെയും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഓൾ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൂടെ നിന്നോണേ. യെസ്. നോക്കിയ മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യെസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. A is equal to 1, 2, 3. Set A is equal to 1, 2, 3. Then number of reflexive relations on A. നമുക്കറിയാം റിലേഷൻസ് പലതരം നമ്മൾ പഠിച്ചു അല്ലെ? നമ്മുടെ NCERT അല്ലാത്തയും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ്. ഏത് സെറ്റാണ് തന്നിട്ടുള്ളത്? A is equal to 1, 2, 3 അല്ലെ? A is equal to 1, 2, 3. മക്കളേടാ, നമുക്കറിയാം ഇതിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? 3 എലമെന്റ്സ് ആണുള്ളത്. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് പഠിച്ചിട്ടില്ലേ? നമ്മുടെ മെറ്റീരിയലിൽ കിടപ്പുണ്ട്, നമ്മുടെ മെറ്റീരിയൽ ഇക്വേഷൻ കിടപ്പുണ്ട്. യെസ്. എന്താണ്? യെസ്, ആ മെറ്റീരിയൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ ഫോർമുല നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ്. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് എത്രയാ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2n² - n. കറക്റ്റ് അല്ലേ? യെസ്, അറിയാം. ബ്രില്യന്റിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഇക്വേഷൻ ആണിത്. ഒരാൾക്ക് പോലും വിടാതെ എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് ഇത്. 2n² - n അല്ലെ? നമ്മുടെ മെറ്റീരിയലിൽ കിടപ്പുണ്ട്. നമ്മുടെ കീം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. സോ ഓർത്തു വെക്കുക, നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് ഫോർമുല 2n² - n. അറിയാത്തവരെല്ലാം ദേ പഠിച്ചു വെച്ചോ. 2n² - n. അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, എന്നിന്റെ വാല്യൂ 3 അല്ലേ? സോ പുട്ട് വാല്യൂ ഓഫ് 3² - 3. എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്തു കേട്ടോ. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 - 3 എത്രയാണ് മക്കളെ? 6 അല്ലേ? സോ 2⁶ അല്ലേ? 2⁶ എത്രയാ? 2⁵ 32. 2⁶ എത്രയാ? 64. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇ. സിമ്പിൾ ആൻഡ് പവർഫുൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? കിട്ടത്തില്ല കേട്ടോ. കീമിന് പക്ഷെ ചോദിച്ചിട്ടുള്ള, മനസ്സിലാക്കണം, ഇത് കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. സോ മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ ഫോർമുല ഈസ് 2n² - n. പുട്ട് ദ വാല്യൂ ഓഫ് n ആസ് 3. എന്നിന് 3 ഇട്ടാ പരിപാടി തീർന്നു. 3² - 3. 9 - 3 6. സോ 2⁶, ദാറ്റ് ഈസ് 64. ഓപ്ഷൻ നമ്പർ ഇ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയടാ മക്കളെ, the value of x satisfying the equation tan inverse x equal to sin inverse 3/√n. ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ പാടുള്ള അല്ലെങ്കിൽ വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് tan inverse x equal to sin inverse 3/√10. find the value of x. എക്സിന്റെ വാല്യൂ കാണണം. നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സിലാണ്, പക്ഷെ നമുക്കതിനെ ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓൾമോസ്റ്റ് ഒരു 80% സ്റ്റുഡൻസിനും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. മക്കളെ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ആ കമന്റ് ബോക്സ് അങ്ങ് പൊട്ടിച്ചേ. കമന്റ് ബോക്സ് പൊട്ടിച്ചിട്ട് ആ ഓപ്ഷനൊക്കെ ഒന്ന് പടപടാന്നിട്ടേ. അല്ലേ? പോരട്ടെ അല്ലേ? യെസ്, നമുക്ക് എന്തായാലും ചെയ്യണം. ഇതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ. ഇത് ചെയ്യാതെ എല്ലാത്തിനും പിടിക്കണം. ഇത് ചെയ്യാത്ത എല്ലാ പിള്ളേർക്കും പിടിക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാ അല്ലേ? നോക്കിയ മക്കളെ, tan inverse x equal to sin inverse 3/√10. നോക്കിയടാ, sin inverse 3/√10. sin inverse 3/√10. ഞാൻ അതിനെ കയറി x എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? x വേണ്ട, നമുക്കൊരു തീറ്റ എന്ന് വിളിക്കാം. നമുക്ക് എന്ത് വിളിക്കാം? തീറ്റ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 3/√10 എന്ന് പറഞ്ഞാലോ, സൈൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോയാൽ എന്തായി? സൈൻ തീറ്റ ആയില്ലേ? കണ്ടോ, സൈൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോയാൽ സൈൻ തീറ്റ. ഇനി നമുക്കൊരു ട്രയാങ്കിൾ പോലെ വരയ്ക്കാൻ മേലേ. എന്ത് ട്രയാങ്കിളാ? യെസ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. അതിൽ ഒരു ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. സൈൻ തീറ്റ 3/√10. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? യെസ്, വി ക്യാൻ
അപ്ലൈ ദ ഫോർമുല ഓഫ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ. എങ്ങനെയാണ് മക്കളെ പറഞ്ഞേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാ? √10 സ്ക്വയർ മൈനസ് ഏതാണ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ലെറ്റ്സ് സേ ദിസ് വൺ ആസ് a സ്ക്വയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. √10 സ്ക്വയർ 10 ആണ്. സോ 10 മൈനസ് 9 ഈസ് ഈക്വൽ ടു a സ്ക്വയർ. ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ് അല്ലേ? 1 തന്നെയാണ്. സോ a ഈസ് ഈക്വൽ ടു 1. സോ ഈ ഒരു സൈഡ് കിട്ടി. എത്ര കിട്ടി? 1 എന്ന് കിട്ടി. എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1. കുഴപ്പമില്ലല്ലോ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ടാൻ തീറ്റ ഒന്ന് കണ്ടുപിടിച്ചു. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ? ഫൗണ്ടേഷൻ പഠിച്ച കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 7ാം ക്ലാസ്സിലെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി പഠിച്ച പിള്ളേർ വരെ ഉണ്ട് ഇവിടെ. ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. യെസ്, നോക്കിയ മക്കളെ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ദാറ്റ് ഈസ് 3/1. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് 3/1. 3/1 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/1 ദാറ്റ് ഈസ് 3. ആണോ? തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 3. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/10. സോ ഇത് രണ്ടും തീറ്റയാണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ലേ? സൈൻ ഇൻവേഴ്സ് 3/10 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് എത്ര കിട്ടി? 3. രണ്ടും എത്ര തന്നെയാണ്? തീറ്റ. സോ അവർ വാല്യൂ തീറ്റ ഈസ് ഈക്വൽ ടു 3. മനസ്സിലായല്ലോ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മക്കളേടാ, ഇത് പറയാനായിട്ട് ഇപ്പൊ ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുത്ത് കാണും. പക്ഷേ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ചെയ്യാത്തവരെ കുറവാ. ഇത് ചെയ്യാത്തവർ കുറവാ. ഇനി പോട്ടെ, അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ. 4 മാർക്കാ. 4 മാർക്കാ. ഇതുപോലത്തെ പല ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് കാണും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററേ എളുപ്പമാണ്. സോ ആ ചാപ്റ്ററിൽ നിന്ന് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലേ? യെസ്, സാധിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കണ്ടോ നോക്കിയോ, പല മെറ്റീരിയൽ എടുത്തു നോക്കിയോ, ഇഷ്ടം പോലെ മെറ്റീരിയൽ എടുത്തു നോക്കിയോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിയോ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയോ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. ഇത് എവിടത്തെയാ? യെസ്, ഡിഫറൻസിയേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയാം, y is equal to root of x plus root of x plus root of x plus. ഇങ്ങനെ അങ്ങ് നീണ്ടു പോവാം. കേട്ടോ? അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? അതാണ് നമുക്ക് വേണ്ടത്. കേട്ടോ? ഇവിടെ ആൻസറും എക്സിന്റെയും വൈയുടെ ഒക്കെ ടേംസില്ല. സോ അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. മക്കളേടാ, ഈ ഒരു ഭാഗം മാത്രം നോക്കിയേ. ഇന്നോ ഇത് വീണ്ടും എക്സ് അങ്ങനെ പോവല്ലേ? അപ് ടു ഇൻഫിനിറ്റിയാ. സോ അത് അങ്ങ് നീണ്ടു പോവാം. അതിന്റെ അർത്ഥം എന്ത് തന്നെയാ? ഈ സ്റ്റാർട്ടിങ്ങിൽ y is equal to എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് അത് തന്നെയല്ലേ റിപ്പീറ്റ് അടിക്കുന്നത്? കേട്ടോ? റൂട്ട് ഓഫ് എക്സ് പ്ലസ് അല്ലെ? ആ സാധനം പോന്നു, അത് തന്നെയല്ലേ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത്. സോ വാട്ട് വി ക്യാൻ സേ ഹിയർ? വി ക്യാൻ റൈറ്റ് y is equal to റൂട്ട് ഓഫ് എക്സ് പ്ലസ്. ബാക്കിയുള്ളതും ഈ സെയിം പാറ്റേൺ തന്നെയല്ലേ? സോ ഐ ക്യാൻ സേ ഇറ്റ് ആസ് y. മനസ്സിലായോ? ബാക്കിയുള്ള റൂട്ട് ഓഫ് എക്സ് പ്ലസ് അതിനെ കയറി ഞാൻ എന്ത് വിളിച്ചു? y എന്ന് വിളിച്ചു. സോ y is equal to റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാം. സിമ്പിളാ. നോക്കിയടാ, ഞാൻ അതിനു മുമ്പ് ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? y സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇനി നമുക്കറിയാം, ഇനി സിമ്പിളാ. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയാ? y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y dy/dx അല്ലേ? എക്സിന്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് dy/dx. കഴിയില്ലേ? തീർന്നു. ഇനി എല്ലാ dy/dxനെയും ഒന്ന് ഒരു സൈഡിലേക്ക് ആക്കിക്കേ. ഇവിടെ ഒരു dy/dx ഉണ്ട്. സോ dy/dx ഈക്വൽ ടു അല്ലെ? ഈക്വൽ ടു വേണ്ട, അതിന് മുമ്പ് ഒരു കോമൺ എടുക്കാം. 2y ഉണ്ട്. ഈ പ്ലസ് dy/dx ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് dy/dx ആവും. സോ ഐ ആം ടേക്കിംഗ് -1 which is equal to 1. From here dy/dx equal to 1 divided by 2y minus 1. എത്രയാണ് ആൻസർ? 1 divided by 2y minus 1. ഏതാ ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 divided by 2y minus 1. മക്കളേടാ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും എന്നുള്ളവരൊന്ന് കമന്റ് ഇട്ടേ അല്ലെ? ഇത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും അല്ലെ? നിസ്സാരം. നമ്മൾ എവിടെ പറയുന്ന നമ്മുടെ കരിക്കിനകത്ത് പറയത്തില്ലേ, ഇതെല്ലാം നമ്മളെ കൊണ്ട് പറ്റും, നിസ്സാരം അല്ലെ? അതേ സാധനം തന്നെ ഇത്രേ ഉള്ളൂ അല്ലെ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണ്ടേ? എപ്പോഴും നമ്മുടെ KEAM എക്സാമിന്, KEAMന്റെ അല്ലെ പോട്ടെ, ഞാൻ എൻ്റെ JEE Mains എക്സാമിന്റെ കാര്യം പറയാം. JEE Mains എക്സാമിന് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സബ്ജക്ട് കെമിസ്ട്രി.
കേട്ടോ. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രി. എനിക്ക് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന മാത്സ് ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എപ്പോഴും ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എനിക്ക് എക്സാമിന് വരുമ്പോൾ, JEE മെയിൻസ് എക്സാമിന് വരുമ്പോൾ ഫസ്റ്റ് കെമിസ്ട്രി കിട്ടണമെന്ന്. അതെന്താ കെമിസ്ട്രി കിട്ടണമെന്ന്? നമുക്ക് ഓൾറെഡി അതറിയാവുന്ന സബ്ജക്റ്റാണ്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, ആ ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ലേ? യെസ്. അതേപോലെയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കീമിൻ്റെ പേപ്പറൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു പേജിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം ചെയ്യുക. അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം കാണുമായിരിക്കും ഉറപ്പായിട്ടും. ആദ്യത്തെ 4 എണ്ണത്തിൽ ഉറപ്പായിട്ടും 1-2 എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ? എല്ലാം അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഏതെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് ആദ്യം ചെയ്യുക. അപ്പോഴേ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു കോൺഫിഡൻസ് കിട്ടും. ബാക്കി അതിനുശേഷമുള്ള എന്ത് ചെയ്യാവുള്ളൂ? അടുത്തതിലേക്ക് കിടക്കാവുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. സോ ആദ്യം തന്നെ കോൺഫിഡൻസ് എടുക്കാൻ ആദ്യം തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നാലും ഫ്രം മൈ എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു കേട്ടോ. മാത്സ് ആണ് ഞാൻ പഠിപ്പിച്ചെങ്കിലും ആദ്യം ഞാൻ ചെയ്ത ഏതാ? കെമിസ്ട്രിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. സോ മക്കളെടാ ഓർക്കുക, ഇതിൻ്റെ ആൻസർ 1/2y - 1. കുഴപ്പമില്ലല്ലോ. ബാക്കിയുള്ള എക്സിനെ y എന്ന് വിളിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 4th ക്വസ്റ്റ്യൻ കണ്ടോ. ഈ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? യെസ്, ഞാൻ കണ്ടിട്ടുണ്ട്. കീമിന് പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് വേറെ സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ NCERT-യിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയോ 7.2 എക്സസൈസിൽ 7.2 എക്സസൈസിൽ ഇത് കിടപ്പുണ്ടോ നോക്കി? ഉണ്ട് കേട്ടോ. യെസ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട്. ഇത് പ്രീവിയസ് ഇയറും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ NCERT-ലും ഉണ്ട്. സോ ഇന്റഗ്രൽ e⁻x into 1 + x dx divided by cos square x e⁻x. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. നോക്കിയോ, ഞാൻ u എന്ന് പറഞ്ഞ് വിളിക്കുന്നത് x e⁻x-നെ. u എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആരാ? x e⁻x. മക്കളെടാ, ഇതൊരു 2 ഫംഗ്ഷൻ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏത് റൂളാ? പ്രോഡക്റ്റ് റൂൾ. u എന്ന് പറയുന്ന ആളെ ഡെറിവേറ്റീവ് എടുത്താൽ du. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തേ. ഫസ്റ്റ് ഇൻറ്റു അല്ലെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. e⁻x-ന്റെ ഡെറിവേറ്റീവ് ആര് തന്നെയാ? e⁻x തന്നെ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. e⁻x-ന്റെ ഡെറിവേറ്റീവ് 1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾ കോമൺ ഉണ്ടല്ലോ, e⁻x. ആളെ അങ്ങ് കോമൺ എടുത്തേ. ബാക്കി ആരുണ്ട്? 1 പ്ലസ് ഇവിടെ ആരുടെ ഉണ്ട്? x കൂടെ ഉണ്ടല്ലേ. സോ 1 + x dx. കണ്ടോ, e⁻x into 1 + x dx. ഇതാണ് ആര്? du അല്ലേ? നോക്കി, ഇതാരാണ്? du. കണ്ടോ, e⁻x into 1 + x dx. കണ്ടോ, e⁻x into 1 + x dx. അതാരാ? du. സോ du ഇവിടെ ഉണ്ട്. കണ്ടോ, ഇത് മൊത്തം du ആ. എനിക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസിയാ, എനിക്ക് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട മാത്സ് ഈ ഇന്റഗ്രൽസ് അറിയാവുന്നവർക്കെല്ലാം ഉള്ളൊരു ടെൻഡൻസിയാ, കോസ് സ്ക്വയറിന് ഇഷ്ടമില്ല. പക്ഷെ അതിന്റെ റെസിപ്രോക്കലിന് ഇഷ്ടം ആരാ? സീക്ക് സ്ക്വയർ. സോ കോസ് സ്ക്വയർ എന്ന് പറയുന്ന ആള് മുകളിലേക്ക് പോകുമ്പോൾ അതെന്തായി? സീക്ക് സ്ക്വയർ ആയി. ആണോ, സീക്ക് സ്ക്വയർ. ഇതാരാ? നമ്മുടെ u അല്ലേ. സോ സീക്ക് സ്ക്വയർ u. ടാൻ എക്സിന് ഡെറിവേറ്റീവ് എടുത്താൽ സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സ്. അങ്ങനെയാണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താലോ? നമ്മുടെ ടാൻ എക്സ് അല്ലേ, ടാൻ u അല്ലേ. യെസ്, ടാൻ u പ്ലസ് സി ഇടാൻ മറക്കല്ലേ. ടാൻ u ആരാ? u എന്ന് പറഞ്ഞാൽ x e⁻x + c. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? നമ്മുടെ NCERT-യിലെയാ. കണ്ടോ, ടാൻ x e⁻x. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കണ്ടോ, ടാൻ x e⁻x. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് വീണ്ടും ഇന്റഗ്രൽ ആയിരുന്നു അല്ലേ. സോ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ cos x. ഈ ഡിവൈഡഡ് ബൈ cos x ഉറപ്പായിട്ട് എങ്ങോട്ട് പോകും? മേളിലോട്ട് പോകും. സോ മേളിൽ ഒരു cos x ഉണ്ട്, താഴെ ആരുടെ ഉണ്ട്? താഴെ cos x + sin x. ഡിവൈഡഡ് ബൈ cos x ആയിരുന്നു, അത് മേളിലോട്ട് പോയി. സോ താഴെ sin x + cos x. ഡൗട്ടില്ലല്ലോ. ഇതിപ്പോ ഇത്ര. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇപ്പൊ മനസ്സിലായി, ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. NCERT-യിലെ ലാസ്റ്റ് എക്സസൈസിലെ 7.11-ലെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ. കറക്റ്റ് എത്രാമത്തെ ആണെന്ന് ഓർക്കുന്നില്ല, പക്ഷെ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആൻസർ വരെ കാണാപ്പാടോ, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ആദ്യത്തെ 7.11-ലെ എക്സസൈസിലെ ആദ്യത്തെ 6-7 ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് π/4. സോ ഇതിന്റെ ആൻസറും π/4 കാണാപ്പാടോ കേട്ടോ. നോക്കിയോ, അതെങ്ങനെയാന്ന് പറഞ്ഞാൽ i = എന്ന് വിളിക്കുക. ക്വസ്റ്റ്യൻ എന്ത് വിളിക്കുക? i = 0 to π/2 cos x divided by sin x plus cos x. cos x divided by sin x plus cos x dx. ഡൗട്ടില്ലല്ലോ. ഇനി നമ്മൾ ഇന്റഗ്രേഷനിൽ ഒരു പഠിക്കുന്ന റിസൾട്ട് ഉണ്ട്, അറിയാവോ? എങ്ങനെയാ? ഇന്റഗ്രൽ 0 to a f of x dx. ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a - x dx നോട് ഈക്വൽ ആണ്. ഇന്റഗ്രൽ 0 to a
എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് കണ്ടോ, എ മൈനസ് എക്സിനോട് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നോക്കി ഇവിടെ എ മൈനസ് എക്സ് ആരാ കണ്ടോ, വീണ്ടും ഐ എന്ന് വിളിച്ചു. 0 to π/2 a മൈനസ് എക്സ് ദാറ്റ് ഈസ് കോസ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, എ മൈനസ് എക്സ് ദാറ്റ് ഈസ് π/2 മൈനസ് എക്സ്. ഡൗട്ടില്ലല്ലോ, ഡൗട്ടില്ല. ഇവിടെ എന്ത് വരും, താഴെയോ സൈൻ π/2 മൈനസ് എക്സ്, എല്ലായിടത്തും കോസിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു, കോസ് π/2 മൈനസ് എക്സ്. ഇനി നോക്കിയേ നല്ല അടിപൊളി പരിപാടിയിലേക്ക് പോകാൻ പോവാം. നോക്കിയേ കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ്, സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ്, കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ്. ദേ കണ്ടോ, കോസ് സൈൻ ആയി, സൈൻ കോസ് ആയി, ഇത്രേ ഉള്ളൂ. നോക്കിയേ ഐ ഈസ് ഈക്വൽ ടു 0 to π/2 കണ്ടോ, കോസിന്റെ സ്ഥാനത്ത് എന്തായി, സൈൻ എക്സ് ആയി. വീണ്ടും ഡിവൈഡഡ് ബൈ ഇവിടെയോ സൈൻ എക്സ്, അല്ല സൈൻ എക്സ് അല്ലല്ലോ, സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് കോസ് 90 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ്. ഡൗട്ടില്ല. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് കണ്ടപ്പോഴേ ആൻസർ അതേ അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഓപ്ഷൻ ഇടുന്നുണ്ട് അല്ലെ. നോക്കിയേ ഐ പ്ലസ് ഐ, ഈ 1ഉം 2ഉം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ, ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 2i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ലിമിറ്റ് സെയിം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ കോസ് എക്സ്, ഒരു കാര്യം ഉറപ്പിക്കാം, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഡിനോമിനേറ്റർ സെയിം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇനി നോക്കിയാൽ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തേ. ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആരാ, കോസ് എക്സ്, രണ്ടാമത്തേൽ ആരാ, സൈൻ എക്സ്. കണ്ടോ, അടിപൊളി. നോക്കിയേ ഇവിടെ എന്നാ പ്രത്യേകത, ടിക് ടിക് രണ്ടും കട്ട് ചെയ്തു പോകും. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫുൾ അങ്ങ് കട്ടായി. ബാക്കി ആരുണ്ട്, 1 അല്ലേ. സോ 2i ഈസ് ഈക്വൽ ടു, സോ 2i ഈസ് ഈക്വൽ ടു 0 to π/2. ഇവിടെ എത്ര വരും, 1 dx. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എനിക്കറിയാലോ, നിങ്ങൾക്കും അറിയാം. യെസ്, സോ 2i ഈസ് ഈക്വൽ ടു 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണ്. സോ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ മക്കളെ, 0 to π/2 അല്ലേ, 0 to π/2 അല്ലേ. യെസ്, സോ എക്സിന് π/2 കൊടുക്കുക. സോ 2i ഈസ് ഈക്വൽ ടു π/2 മൈനസ് 0 എന്ന് കിട്ടും. കണ്ടോ, π/2 മൈനസ് 0 ദാറ്റ് ഈസ് π/2, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ഐ ഈസ് ഈക്വൽ ടു π/2 into 2 എത്ര വരും, π/4. ദാറ്റ് ഈസ് അവർ ആൻസർ. സോ അവർ ഓപ്ഷൻ ഈസ് ഏതാ ഓപ്ഷൻ, π/4. ബ്രില്യൻറ്റ് അല്ലേ, ബി ഫോർ ബ്രില്യൻറ്റ് അല്ലേ. ഓക്കെ അല്ലേ. ഉണ്ടോ, ഇത്രയും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല മക്കളെ. ഇതൊക്കെ കാണാൻ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസാ, ഇതൊക്കെ കാണാൻ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസാ കേട്ടോ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓർക്കുക π/4 ആയിരിക്കും കേട്ടോ. ഇതെല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാവുന്ന. ഓക്കെ അല്ലേ. നമുക്കിനി 6th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എല്ലാ വർഷവും ഏത് വർഷം വേണമെങ്കിലും എടുത്തു നോക്കിയോ, കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഏത്, ഓർഡർ ആൻഡ് ഡിഗ്രി. ഈ വർഷവും കാണും, ഉറപ്പാ മക്കളെ, ഈ വർഷവും കാണും. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഫസ്റ്റ് എക്സസൈസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി, നിങ്ങൾക്ക് 4 മാർക്ക് ഗ്യാരണ്ടീഡാ. ഗ്യാരണ്ടീഡ് 4 മാർക്ക് ക്വസ്റ്റ്യനാ. എവിടെയാ, ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ NCERT ഫസ്റ്റ് എക്സസൈസ് പഠിച്ചു. ഓക്കെ അല്ലേ. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, അത് ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ ഓർഡർ ഡിഗ്രി ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആദ്യം ഏതാന്ന് നോക്കുക. ഇത് d³/dx³, ഇത് d²y/dx², dy/dx. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആരാ, d³y/dx³. അപ്പം നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് അതാരാ, ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ, ഇവിടെ അതിന്റെ പവർ എത്രയാ, ഓർഡറിന്റെ ആ ഡെറിവേറ്റീവിന്റെ പവർ എന്ന് പറയുന്നത് 2 ആ. സോ ഡിഗ്രി എന്ന് പറയുന്നത് 2. ഡൗട്ടില്ലല്ലോ. സോ ഓർഡർ 3, ഡിഗ്രി 2, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ അല്ലായിരുന്നോ? യെസ്, സിമ്പിൾ ആക്കണം. ഈ 4 മാർക്കാ. ഇതൊക്കെ അതേ ഇത് നോക്കിയ പേന വെച്ച് ഒരു സാധനം എഴുതേണ്ട ആവശ്യമില്ല. കാണുമ്പോഴേ കറുപ്പിക്കുക, 4 മാർക്ക് മാറ്റി വെക്കുക കേട്ടോ. ചില ക്വസ്റ്റ്യൻ 120 ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ 2 സെക്കൻഡ് അത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ 2 സെക്കൻഡ്, ബാക്കിയുള്ള 58 സെക്കൻഡ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ പല ക്വസ്റ്റ്യൻസും കാണും, നോക്കിയെടുത്ത് ചെയ്തോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, പ്രോബബിലിറ്റിയിലേക്ക് കിടക്കുക. 2 events A and B are not mutually exclusive. എന്തല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഓക്കെ, ഇഫ് P of B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1/2 അല്ലെ. P of B കോംപ്ലിമെന്റ് 1/2 ആണെങ്കിൽ P of B അറിയാലോ. P of B എത്രയാ, 1 - 1/2 അല്ലേ. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. സോ 1 - 1/2 1/2 അല്ലെ. സോ P of B
ബിയും 1/2 ആണ്. പി ഓഫ് ബി കോംപ്ലിമെന്റ് എത്ര തന്നെയാ? 1/2. പി ഓഫ് എ പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എ എന്ന് പറയുന്നത് 1/4 ആണ്. ഇനി അടുത്തതുണ്ട് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 5/9. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 5/9. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പി ഓഫ് ബി ഗിവൺ എ. പി ഓഫ് ബി ഗിവൺ എ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളേടാ ഇത് കാണുമ്പോഴേ അറിയാം ഇതിന്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് അറിയാം പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന്. ഇവിടെ നോക്കിയാൽ പി ഓഫ് ബി ഗിവൺ എ തിരിച്ചാണെങ്കിൽ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി, അതിന് മാറ്റില്ല, ഡിവൈഡഡ് ബൈ പി ഓഫ് എന്താണ്? എ ആണ് ഡിനോമിനേറ്റർ കേട്ടോ. പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിനെയുടെ ഇന്റർസെക്ഷൻ. സോ എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ താഴത്തെ. ഓക്കെ അല്ലേ? സോ ആദ്യമേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം അല്ലെ? എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കാണാനുള്ള ഫോർമുല, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാനുള്ള ഫോർമുല എന്താ മക്കളെ പറഞ്ഞാടാ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലെ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ പി. ഇതറിയാത്ത ആരും തന്നെ ഇല്ല. കാരണം എന്താ കാരണം? നമ്മൾ സെറ്റിൽ പഠിക്കുന്നുണ്ട് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് കഴിഞ്ഞിട്ട് സെറ്റിൽ പഠിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്റർ വീണ്ടും 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 നമ്മൾ നടന്നു എന്ന് ലാസ്റ്റ് എവിടെ എത്തി? പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ എന്നെ മാറ്റി പി ആക്കി. അത്രയും വ്യത്യാസമുള്ളൂ. സോ ആദ്യത്തേലും അവസാനത്തേലും ഒരേപോലെ ഉണ്ട്. ഇതുകൊണ്ട് ഈ ഇക്വേഷൻ ഒരിക്കലും ആരും മറക്കത്തില്ല. ഈ ഇക്വേഷന്റെ പേരാണ് അഡീഷൻ തിയറം. ഏതാ? അഡീഷൻ തിയറം. മക്കളേടാ ഇവിടുന്ന് കണ്ടുപിടിക്കാലോ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/4. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/2. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 5/9. സിമ്പിളാ അല്ലെ? ഇവരുടെ എല്ലാം എൽസിയം എത്രയാ? എൽസിയം എന്ന് പറയുന്നത് 36 ആണോ? വേറെ വല്ലതും ഉണ്ടോ? ഇനി 18 പറ്റത്തില്ല. അപ്പോൾ 36. സോ നോക്കാം. 36 ആക്കണമെങ്കിൽ ഇവിടെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 9 4s are 36. ഇവിടെ 18 ആവണം അല്ലേ? മൈനസ് ഇവിടെയോ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 × 4 20. നോക്കിയാൽ മക്കളെ 9 + 18 27. 27 - 20 7/36. സോ ഇതാണ് നമ്മുടെ പി ഓഫ് എ യൂണിയൻ ബി. അല്ല സോറി, എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി കിട്ടി അല്ലെ? അങ്ങനെയാണ് ഇതേ പി ഓഫ് ബി ഗിവൺ എ എന്താ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 7/36. പി ഓഫ് എ എന്ന് പറയുന്നത് 1/4 കേട്ടോ. 4ഉം 36 കൂടെ കട്ട് ചെയ്താൽ 9 ആണ്. സോ ആൻസർ ഈസ് 7/9. ന്യൂമറേറ്റർ 7ഉം ഡിനോമിനേറ്റർ എത്രയാ? 9. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നായിരുന്നെങ്കിൽ പെട്ടെന്ന് പരിപാടി തീർക്കരുത്, ആൻസർ 0 ആയാലേ അല്ലേ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബി കോംപ്ലിമെന്റും അതിൽ നിന്ന് നമ്മൾ ബി കണ്ടുപിടിക്കാം. എയും എ യൂണിയൻ ബി ഓൾറെഡി തന്നു. സോ അതിൽ നിന്ന് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. പി ഗിവൺ എ ഇക്വേഷൻ അതിലുണ്ട്, ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂല്ലോ. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത 8th ക്വസ്റ്റ്യൻ ഇതാണോ? നമ്മുടെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലെ ക്വസ്റ്റ്യൻ കേട്ടോ. If A and B are symmetric matrices of same order, എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്തിനോട് ഈക്വലാ? എയിനോടും ബി ട്രാൻസ്പോസ് എന്തിനോട് ഈക്വലാ? ബിനോടും. കേട്ടോ, സിമെട്രിക് ആണെങ്കിൽ കേട്ടോ, സിമെട്രിക് ആണെങ്കിലുള്ള കണ്ടീഷനാ അതിന്റെ ട്രാൻസ്പോസും ആ മെട്രിക്സും സെയിം ആയിരിക്കും കേട്ടോ. അതാണ് സിമെട്രിക്. സോ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി. ദെൻ എ ബി മൈനസ് ബി എ, എ ബി മൈനസ് ബി എ എങ്ങനെയുള്ള മെട്രിക്സ് ആണ്? സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, നൾ മെട്രിക്സ് ആണോ? അതേപോലെ മക്കളെടാ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ, ഓക്കെ, ഇത് ആദ്യമായിട്ടല്ല ഞാൻ കാണുന്നത്, ഇഷ്ടംപോലെ വട്ടം കണ്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് പറയാം, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനെ ട്രാൻസ്പോസ് എടുക്കാം അല്ലേ? സോ എ ബി മൈനസ് ബി യുടെ ട്രാൻസ്പോസ് എടുക്കാം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും അല്ലേ? നമുക്ക് ഓരോന്നിനും ട്രാൻസ്പോസ് വരും. എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് അറിയാലോ, എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. മക്കളെടാ നിങ്ങൾക്കറിയാം എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ, എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തിരിയും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതറിയാലോ, എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസാ, അല്ലാതെ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് എഴുതിയാൽ പരിപാടി ഖത്തം ഹോകയാ. അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആൻസർ തെറ്റിപ്പോവും അല്ലെ? സോ ഓർക്കുക, എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തിരിയും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. സോ ഇവിടെ നോക്കിയേ, എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ഇവിടെയും തിരിയും എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. കഴിഞ്ഞിട്ടില്ല. ഈ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബിനോട് ഈക്വലാ, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എയിനോട് ഈക്വലാ, എ ട്രാൻസ്പോസ് എയും ബി ട്രാൻസ്പോസ് ബി. നോക്കിയേ, ബി എ മൈനസ് എ ബി. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്നായിരുന്നു? തന്നിട്ടുള്ളത് എ ബി മൈനസ് ബി ആ, ഇവിടെ തന്നിരിക്കുന്ന എ ബി മൈനസ് ബി ആ, പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ അല്ലേ? അതെ, കാരണം നോക്കിയേ, മൈനസ് ഓഫ് എ ബി മൈനസ് എ ബി മൈനസ് ഓഫ് മൈനസ് ബി എ
പ്ലസ് ബി എ. കണ്ടോ, ആദ്യം എടുത്തതിന്റെ എന്താണ്, ആദ്യം എടുത്തതിന്റെ നേരെ നെഗറ്റീവാ. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് എനോട് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് മെട്രിക്സ് ആ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സോ അവർ ആൻസർ ഈസ് ബി ഫോർ ബ്രില്യൻറ്റ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ഓക്കെ. സോ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് എ ആണ്. ഓക്കെ അല്ലേ? യെസ്. സോ മൈനസ് എ മോഡലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആൻസർ ഈസ് സ്ക്യൂ സിമെട്രിക്. കണ്ടോ, ആദ്യം നമ്മുടെ മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തു, അപ്പോൾ കിട്ടിയത് ആദ്യം കിട്ടിയ മെട്രിക്സിന്റെ നെഗറ്റീവാ. സോ ആൻസർ ഈസ് സ്ക്യൂ സിമെട്രിക്. ഓക്കെ അല്ലേ? കണ്ടോ, ഇതാണ് സ്ക്യൂ സിമെട്രിക്കിന്റെ കണ്ടീഷൻ. ഇതാണ് സ്ക്യൂ സിമെട്രിക്കിന്റെ കണ്ടീഷൻ. സിമെട്രിക്കിന്റെ കണ്ടീഷൻ ഇത്. ഇവിടെ മൈനസിന്റെ ഒരു ഡിഫറൻസ്. ഓക്കെ അല്ലേ? അറിയാം, അതൊക്കെ അറിയാവുന്ന കാര്യം. അടുത്തത് 9th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, വെക്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. വെക്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇഫ് എക്സ് വൈ ഇസഡ് ആർ വെക്ടേഴ്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. എല്ലാം വെക്ടർ ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. നല്ല കാര്യം. പറയുന്നുണ്ട് മോഡുലസ് ഓഫ് എക്സ് 3, മോഡുലസ് ഓഫ് വൈ 5, മോഡുലസ് ഓഫ് ഇസഡ് 6. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ ഡോട്ട് ഇസഡ് പ്ലസ് ഇസഡ് ഡോട്ട് എക്സ്. നല്ല പരിചയമുള്ള, നല്ലെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പരിചയമുള്ള. ഇത് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. ഇത്രേ ഉള്ളൂ. ഇത് തന്നിട്ടുണ്ട്. സോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ ആൻസർ സുഖം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ ഡോട്ട് ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ഡോട്ട് എക്സ്. കണ്ടോ, ഈ ഒരു ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. കണ്ടോ, ഈ ഒരു ഫോർമുലയ്ക്ക് തന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ടുകൊടുത്താൽ പോരെ. യെസ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദാറ്റ് ഈസ് 0. 0യുടെ സ്ക്വയർ 0 തന്നെ. എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് മോഡുലസ് എക്സ് സ്ക്വയർ 3 സ്ക്വയർ എത്രയാണ് മക്കളെ? 9 ആണ്. വൈ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. പ്ലസ് 2 ഇൻറ്റു, അല്ല പ്ലസ് 2 അല്ല, ഇവിടെ പ്ലസ് 2 ആയിരുന്നു അല്ലേ? ഇവിടെ പ്ലസ് 2 ഇൻറ്റു ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സാധനം മൊത്തം കണ്ടുപിടിക്കണം. ഇത്ര വലുതായി എഴുതാൻ മടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്യാപിറ്റൽ എക്സ് എന്ന് വിളിച്ചു. നല്ല മടിയുള്ള ആളാട്ടോ. സോ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. 34 പ്ലസ് 36 എത്രയാ? 70 പ്ലസ് 2x. ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ 2x ഈക്വൽ ടു പ്ലസ് 70 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 70, എക്സ് ഈക്വൽ ടു മൈനസ് 70/2 എത്ര കിട്ടി? മൈനസ് 35. സോ അവർ ആൻസർ ഈസ് മൈനസ് 35. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ ഡോട്ട് ഇസഡ് പ്ലസ് ഇസഡ് ഡോട്ട് എക്സ്. അതിന്റെ ആൻസർ എത്ര കിട്ടി? മൈനസ് 35. മക്കളെ, ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിക്കാൻ കാരണം എന്താ? എനിക്ക് എന്തുകൊണ്ടാണ്? മടിയുണ്ടോണ്ട് അല്ലേ? പണ്ട് നല്ല ഒരു മഹാനായ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാനപരമായ അല്ലെ, നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മടിയാണ്. ആ ആളെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ അല്ലെ. നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം ഏതാണ്? മടിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ ഒരാളുണ്ട്, വേണ്ടപ്പെട്ട ഒരാളാണ് അല്ലെ. ആളെ അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായാലും. നല്ല എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അടുത്ത 10th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 10th question, the value of lambda for which the lines x minus 1/1 equal to y minus 2 by lambda equal to z plus 1 by minus 1 and x plus 1 divided by minus lambda equal to y plus 1 divided by 2 equal to z minus 3 by 1 are perpendicular. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലാംഡയുടെ വാല്യൂ ആണ്. ആണോ, ലാംഡ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ അറിയാലോ. യെസ്, പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എത്രയായിരിക്കും? 0 അല്ലേ? യെസ്, പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എത്രയായിരിക്കണം? 0 ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞടാ, ഇവിടെ a1 എന്ന് പറഞ്ഞാൽ 1 ആ. 1 ഇൻറ്റു മൈനസ് ലാംഡ, 1 ഇൻറ്റു മൈനസ് ലാംഡ പ്ലസ് ലാംഡ ഇൻറ്റു 2, ലാംഡ ഇൻറ്റു 2 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഏതിന്റെ കണ്ടീഷൻ? പെർപെൻഡിക്കുലർ. പക്ഷേ പാരലാണെങ്കിൽ നേരെ എന്തെടുത്താൽ മതി? റേസ് ടു a1 by a2 is equal to b1 by b2 is equal to c1 by c2. So what when we solve here, solve ചെയ്യുമ്പോൾ minus lambda plus 2 lambda minus 1 equal to 0. So 2 lambda minus lambda അല്ലെ, 2 lambda minus lambda, so lambda minus 1 equal to 0, lambda equal to 1 ആണോ? lambda equal to 1 ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. lambda equal to 1. സോ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു? 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്തോ. ഞാനും അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ കുടിക്കട്ടെ കേട്ടോ.
കാരണം മൈക്ക് ഉണ്ടെങ്കിലും അറിയാം, കുട്ടികൾക്കറിയാം ഞാൻ ക്ലാസ്സിലും മൈക്ക് ഇല്ലാതെ പഠിപ്പിക്കുന്നു അല്ലേ. മൈക്ക് ഉണ്ടെങ്കിലും യൂസ് ചെയ്യത്തില്ല, എന്തോ അങ്ങനെ ആയിപ്പോയി. നീ പ്രശ്നമാവും, പക്ഷെ അത് പെട്ടെന്ന് തന്നെ മൈക്ക് ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ടോ ഇവിടെയും മൈക്കുണ്ട് കണ്ടോ, മൈക്കൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൈക്ക് ഉണ്ടെങ്കിലും ആ ഒരു ചെറിയ വോയിസിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. എപ്പോഴും വോയിസ് കൂടി പോകും അല്ലേ. മക്കളെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. വാ കമോൺ, ഇവിടെ കമോൺ കണ്ടോ. 11th ക്വസ്റ്റ്യൻ വീണ്ടും സെറ്റിലേക്ക് വരികയാണ്. n of a equal to 8. n of a equal to 8. നമ്മുടെ സെറ്റിൽ n of a എന്ന് പറയുന്നത് 8 ആണ്. അടുത്തത് n of a ഇന്റർസെക്ഷൻ b. n of a ഇന്റർസെക്ഷൻ b അത് എത്രയാ? 2 ആ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാവാത്ത ഒരു സാധനമാണ്. a ഇന്റർസെക്ഷൻ b ദ ഹോൾ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ a. ഇതിന്റെ ഇക്വേഷൻ ഒന്നും ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ എൻട്രൻസിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഇത് പ്രത്യേകിച്ച് പാടുള്ളതൊന്നുമല്ല. നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ വെൻ ഡയഗ്രം അങ്ങോട്ട് വരച്ചാൽ സിമ്പിൾ ആയിരിക്കും. സോ വെൻ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. വെൻ ഡയഗ്രത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അടുത്തത് എത്ര സെറ്റ് ഉണ്ട്? 2 സെറ്റ്. ഇതാദ്യത്തെ സെറ്റ്, അടുത്തത് രണ്ടാമത്തെ സെറ്റ്. ഓക്കെ അല്ലേ. സോ 2 സെറ്റ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് സെറ്റ്. ഈ വൈറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എ ആണ്, അതിൻ്റെ അകത്തുള്ളതെല്ലാം എ ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ചെറിയ പോർഷൻ കണ്ടോ, ഇത് ആണോ, ഈ ഒരു ചെറിയ പോർഷൻ കണ്ടോ, ഇതാണ് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ആണോ. അതിന്റെ നമ്പർ തന്നിട്ടുണ്ട്, അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എത്രയാ? 2 ആന്ന് പറയുന്നുണ്ട്. അത് എത്രയാന്ന് പറയുന്നുണ്ട്? 2. സോ n of a ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 2 ആണ്. ടോട്ടൽ എ എത്രയാ? 8 അല്ലെ, 8 എന്ന് പറയുന്നുണ്ട്. അതിൽ ഓൾറെഡി എ ഇന്റർസെക്ഷൻ ബിയിൽ കുറച്ചുണ്ട്, എയിലും ബിയിലും കോമൺ ആയിട്ട് 2 എണ്ണം ഉണ്ട്. ബാക്കി മൊത്തം 8 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണത്തിൽ ബാക്കി ആരാ? 6 എണ്ണം ഇവിടെയും ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളതാ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് n of a ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ a. ഓക്കെ അല്ലേ. ഈ തൽക്കാലത്തേക്ക് ഞാൻ ഈ 2 6 എനിക്കുണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് ചെറുതായിട്ടൊന്ന് മായ്ക്കുക അല്ലേ. ഇതെന്തിനാന്ന് ഇപ്പൊ മനസ്സിലാവും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു പച്ചയല്ലേ, പച്ചയായിട്ടുള്ള മനുഷ്യൻ അല്ലേ, അതാണ് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി. അതിന്റെ ഹോൾ കോംപ്ലിമെന്റ്, അതില്ലാത്തത്, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിലില്ലാത്ത ഏതൊക്കെ പോർഷൻസാ? ഈ പോർഷൻസ് ഒക്കെ അല്ലേ. വേണ്ട, പച്ച വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും കളർ എടുക്കാം അല്ലേ. ഇതുണ്ട് അല്ലേ. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് കണ്ടോ. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, അതും എയും കൂടെ ഇന്റർസെക്ഷൻ. ഇത് വരരുത്, പച്ച വരരുത്, അതും എയും കൂടെ ഇന്റർസെക്ഷൻ. അപ്പൊ എ ആരാ? എ എന്ന് പറയുന്നത് ഇതാ. അതിലും എയും കൂടെ ഇത്രയും വയലറ്റ് കളറിൽ എ പോർഷൻ മാത്രം. ഈ ഒരു പോർഷൻ അല്ലേ കണ്ടോ. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇതില്ല ഇന്റർസെക്ഷൻ എ കേട്ടോ. സോ ഇതിലെ എലമെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് എലമെന്റ്സ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 6. ടോട്ടൽ 8 ആയിരുന്നു, എ ഇന്റർസെക്ഷൻ ബിയിൽ 2. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണോ? 6. സോ ആൻസർ ഈസ് 6 ആണ്. ഓപ്ഷൻ സി ആണ്. സിമ്പിൾ ആയിരുന്നു, ചെയ്യേണ്ടി വരത്തൊന്നുമില്ല. ഓൺലി വെൻ ഡയഗ്രം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ. സോ വെൻ ഡയഗ്രം നന്നായിട്ട് മനസ്സിലാക്കുക. വലിയ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആക്കി ചെയ്യാൻ ആരുണ്ട് നമുക്ക് ഹെൽപ്പ്? വെൻ ഡയഗ്രം. സോ അടുത്ത ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, കണ്ടിന്യൂറ്റി ഡിഫറൻഷിയേറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ -∞ to ∞. അതായത് നമ്മുടെ ആറില് റിയൽ നമ്പറിൽ മൊത്തം ഇതെന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ള, നിങ്ങളുടെ സ്കൂളിലെ എക്സാമിന് ചോദിക്കാറുണ്ട്, എവിടെയും ചോദിക്കാറുണ്ട്, എൻട്രൻസിനും ചോദിക്കാറുണ്ട്. മക്കളെടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഈ ഒരു ഫംഗ്ഷൻ അത് ഏത് ഫംഗ്ഷനാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ പറഞ്ഞ മക്കളെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു cx² + 2x. ഇത് എപ്പോഴാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? when x less than 2. x less than 2 ആയിരുന്നപ്പോൾ cx² + 2x. അങ്ങനെയാണെങ്കിലോ x greater than or equal to 2 ആയിരുന്നപ്പോഴോ 2x + 4. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ പഠിച്ചിട്ടില്ലേ ഡെഫിനിഷൻ? കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 2ലും താഴെയുള്ള ലിമിറ്റ് അതേതാ? സോ ലിമിറ്റ് x tends to 2 - അതാരാ? 2ലും താഴെ ആരാ? cx² + 2x. സോ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കാം? 2 എന്ന് പറയുന്ന നമ്പറിനെ ഇട്ട് കൊടുക്കാം. സോ c × 2² + 2 × 2. സോ 2 × 2 4. സോ 4 + 4c. 2² 4.
ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇനി ആരെയും കൂടെ കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2+ അല്ലേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ, അല്ലേ? 2 മൈനസിന്റെ സ്ഥാനത്ത് 2+ ആക്കുക. അതാരാണ്? 2x+4 ആണ്. സോ പുട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 2. സോ 2 × 2+4 ദാറ്റ് ഈസ് 4+4 8 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം കണ്ടിന്യൂസ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. Then left hand limit is equal to right hand limit. So we can write here as 4 + 4c is equal to 8. 4 + 4c equal to 8. Then 4c is equal to 8 minus 4. That is 4c equal to 4. Then c is equal to 4/4. That is 1. അല്ലേ? So c യുടെ വാല്യൂ 1 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എഴുതി വരുമ്പോൾ കുറേ ഒക്കെ ആയിപ്പോവും, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കും അല്ലെ? നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറേ ലെങ്തി ആയിട്ട് പോകും, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴോ 1 മിനിറ്റ് പോലും എടുക്കത്തില്ല അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 13th question. 13th question. Limit x tends to 0, root of 1 + 2x - 1 / x. നമുക്കറിയാം, നമുക്ക് ഒരു സെഷൻ ഫുള്ള് കംപ്ലീറ്റ് ലിമിറ്റ്സിനുണ്ടായിരുന്നു. റോഹിത് തോമസ് സാർ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും ആ ക്ലാസ് കണ്ടിട്ടുള്ള. സോ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുള്ള. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ലിമിറ്റ് x tends to 0 അല്ലേ? ലിമിറ്റ് x tends to 0, root of 1 + 2x - 1 / x അല്ലെ? സിമ്പിളാ. ഇനി ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ ആരുണ്ട്? നമ്മുടെ എൽ ഹോസ്പിറ്റൽ റൂൾ ഉണ്ട്. ലിമിറ്റ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഈ ക്ലാസ് എൻട്രൻസ് കേട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യുന്ന ഏതാ? എൽ ഹോസ്പിറ്റൽ റൂളാ. സോ നമുക്കും അത് തന്നെ ചെയ്യാം അല്ലെ? എങ്ങനെയാ മക്കളെ എൽ ഹോസ്പിറ്റൽ റൂൾ? ആദ്യമേ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. സോ ന്യൂമറേറ്റർ എടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് ആണ്. സോ 1 / 2 √ 1 + 2x. അതറിയാലോ. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 √ x. സോ കഴിഞ്ഞിട്ടില്ല, ചെയിൻ റൂൾ ഉണ്ട്. 1-നില്ല, 2x-ൻ്റെത് 2 മൈനസ് 1-ന്റെ ഡെറിവേറ്റീവ് ഇല്ല, 0 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1 ആണോ? ന്യൂമറേറ്റർ എടുത്തു, സെപ്പറേറ്റ് ആയിട്ട് ഡിനോമിനേറ്റർ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? യെസ്. സോ ഇവിടെ നോക്കിയടാ, ഈ 2 2 അങ്ങ് കട്ട് ചെയ്യാം. നമുക്കറിയാം ലിമിറ്റ് x tends to 0 യാ. ലിമിറ്റ് x tends to 0 ആണെങ്കിൽ എക്സിന് എത്ര ഇട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. സോ അവർ വാല്യൂ ഈസ് 1 / √ 1 + 2 × 0. കണ്ടോ? 2 × 0 0 ആയോ? സോ 1/√1 1/√1 ദാറ്റ് ഈസ് 1. കണ്ടോ? √1 1 ആ. സോ 1/1 1. വീണ്ടും ആൻസർ എത്ര തന്നെയാണ്? ഓപ്ഷൻ ഡി, അതായത് 1 ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ അപ്ലൈ ചെയ്തത്? എൽ ഹോസ്പിറ്റൽ റൂൾ. കഴിഞ്ഞ ലൈവിൽ ഞാൻ ഇതേപോലെ എൽ ഹോസ്പിറ്റൽ റൂൾ അല്ലാതെ ചെയ്തപ്പോൾ നിങ്ങൾ കുറേ കമന്റ് ഒക്കെ ഇട്ടു, സാറേ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് മതി. ഞാൻ അപ്പോഴും പറഞ്ഞായിരുന്നു എൽ ഹോസ്പിറ്റൽ റൂൾ മതി, പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം അല്ലേ? മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഏത് മെത്തേഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് വേണ്ട എന്താ? അവസാനം ആൻസർ എന്ന് പറയുന്നത് മതി. 4 മാർക്ക് കിട്ടിയാൽ മതി അല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The real part of e⁻³ + 4i × x. കാണാൻ പറ്റുമോ അറിയത്തില്ല, എന്നാലും ഞാനൊന്ന് എടുത്തെഴുതാം. ഇതിന്റെ റിയൽ പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോം ഒക്കെ കണ്ടിട്ടുണ്ടോ? NCERT-യിലില്ല, പക്ഷേ നമ്മൾ എൻട്രൻസ് പഠിക്കുന്ന ഒരു കുട്ടികൾക്കാണെങ്കിൽ അറിയാവുന്ന ഒരു ഫോമാണ് ഇത്, യൂളേഴ്സ് ഫോം അല്ലേ? യൂളേഴ്സ് ഫോം എന്ത് രീതിയിലും വേണമെങ്കിലും വായിക്കാം അല്ലേ? സോ അവിടെ പറയുന്നത് e⁻ix എന്ന് പറയുന്നത് അല്ലെ? e⁻ix എന്ന് പറഞ്ഞാൽ cos x + I sin x അല്ലെ? cos x + I sin x അല്ലെ? e⁻iθ എന്ന് പറഞ്ഞാൽ cos θ + I sin θ. അതേപോലെ e⁻ix എന്ന് പറഞ്ഞാൽ cos x + I sin x. ഇവിടെ നോക്കിയേ, ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ പോവാ. e⁻³ × e⁻4ix. ഡൗട്ട് ഉണ്ടോ? ഇല്ല. 3x ആണേ കേട്ടോ. e⁻3x × e⁻4ix. a⁻m × a⁻n. a⁻m + n അല്ലേ? സോ 3x + 4x. കറക്റ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയടാ, e⁻3x ഇവിടെ ഐ പാർട്ടില്ല, നമുക്ക് വേണ്ട പാർട്ടില്ല അല്ലെ? ഐ ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഭാഗ്യം. e⁻4ix എന്ന് എങ്ങനെ എഴുതാം? e⁻ix എന്ന് പറഞ്ഞാൽ cos x + I sin x ആ. അങ്ങനെയാണെങ്കിൽ e⁻4ix എന്ന് പറഞ്ഞാലോ? നോക്കിയേ, ഇവിടെ ഐ ആയിരുന്നപ്പോൾ ഇവിടെ ഐ ഇല്ല, അത്രയും വ്യത്യാസമുള്ളൂ. സോ ഇവിടുത്തെ ഐ എടുത്ത് കളഞ്ഞാൽ മതി. cos 4x + I sin 4x ആണോ? ഇത്രയും വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഏത് പാർട്ടാ? റിയൽ പാർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിയൽ പാർട്ട് ആണെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. e⁻3x × cos 4x. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് എടുക്കാത്തത്? ഇവിടെ ആര് വരുന്നുണ്ട്? ഐ വരുന്നുണ്ട്. ഐ വന്നാൽ അത് ഇമാജിനറി പാർട്ട്. നമുക്ക് ഇമാജിനറി പാർട്ട് വേണ്ട, നമുക്ക് വേണ്ടത് ആരാണ്? റിയൽ പാർട്ട് മതി. സോ അവർ ആൻസർ ഈസ് e⁻3x × cos 4x. ദാറ്റ് ഈസ് സി ഓപ്ഷൻ. കറക്റ്റ് അല്ലേ?
യെസ്, മനസ്സിലായോ മക്കളെ? ഈ ഒരു പാർട്ട് ഇതൊരു യൂളൈസ് ഫോം അപ്ലൈ ചെയ്താണ്. e raised to ix എന്ന് പറഞ്ഞാൽ cos x plus i sin x ആണ്. അങ്ങനെയാണെങ്കിൽ e raised to 4ix എന്ന് പറഞ്ഞാൽ ആ i അങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി, cos 4x plus i sin 4x. സെറ്റ് അല്ലേ? സോ അവർ ആൻസർ ഈസ് സി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, നമ്മുടെ 15th ക്വസ്റ്റ്യൻ എവിടുന്നാ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനും കോംപ്ലക്സ് നമ്പറുടെ മിക്സ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അവർ പറയുന്നത് 2 plus i ഈസ് എ റൂട്ട് ഓഫ് ദ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്? എക്സ് സ്ക്വയർ മൈനസ് 4x plus c ഈക്വൽ ടു 0. ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു റൂട്ടാണ് ആര്? 2 plus i. പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അടുത്ത റൂട്ട് ഏതാ മക്കളെ? പെട്ടെന്ന് കമന്റ് ഇട്ടടാ, പെട്ടെന്ന് കമന്റ് ഇട്ടേ. ഒരു റൂട്ട് 2 plus i ആണെങ്കിൽ അടുത്ത റൂട്ട് ആരായിരിക്കും കേട്ടോ? യെസ്, ഞാൻ നോക്കുന്നൊന്നുമില്ല കേട്ടോ, നോക്കാനുള്ള സമയമില്ല നമുക്ക്, അതുകൊണ്ടാട്ടോ. എല്ലാവരും നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം ഇന്ററാക്ട് ചെയ്ത് പോവാം. എന്നാലും ഞാൻ മാക്സിമം ഇന്ററാക്ഷൻ നോക്കുന്നുണ്ട് കേട്ടോ മക്കളെടാ. 2 plus i ആണ് ഒരു റൂട്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം അടുത്ത റൂട്ട് ആരാ? 2 minus i. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. a plus ib എന്ന് പറയുന്നത് ഒരു റൂട്ടാണെങ്കിൽ അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള a minus ib ആണ്. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലെ? കോംപ്ലക്സ് റൂട്ട്സ് ആർ കോൺജുഗേറ്റ് പെയർസ് അല്ലെ? സോ നോക്കിയേ, ഇവിടെ ഒരു റൂട്ട് 2 plus i ആ. സോ അടുത്ത റൂട്ട് ആരായിരിക്കും? 2 minus i. സാധാരണ നമ്മൾ റൂട്ടിന് വിളിക്കുന്ന ഓമന പേരുകളാണ് ആരെ? ആൽഫയും ബീറ്റയും അല്ലെ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് അല്ലെ? സ്വന്തമായിട്ടൊരു പേരുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അച്ചു, കുച്ചു, അങ്ങനെയൊക്കെ അല്ലെ? ചിഞ്ചു, മഞ്ജു. ഓക്കെ, കോമൺ ആയിട്ടുള്ള പേരല്ല ഈ അച്ചു എന്ന് പറയുന്നത്. യെസ്, നോക്കിയേ, ആൽഫ ബീറ്റ 2 plus i യും 2 minus i യും. ഇനി അങ്ങനെ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. അച്ചു എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ മക്കളെ 2 plus i യും 2 minus i യും അതാണ് നമ്മുടെ റൂട്ട്സ്. ഒരു റൂട്ട് മാത്രമേ തന്നിട്ടുള്ളൂ, അടുത്ത റൂട്ട് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം രണ്ട് റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒന്ന് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a. അറിയാം, എല്ലാവർക്കും അറിയാം. CBSE പിള്ളേരാണെങ്കിൽ 10ാം ക്ലാസ്സിൽ അറിയാം അല്ലെ? ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ c/a. ഇവിടെ c ഉണ്ട്, ഇവിടെ c എന്ന് പറയുന്നത് c തന്നെ. a എന്ന് പറഞ്ഞാൽ 1 ആ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് ആൽഫ ബീറ്റ c ആണ്. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്. ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്, പ്രോഡക്റ്റ് ആരാ? 2 plus i into 2 minus i. 2 plus i into 2 minus i. a plus ib into a minus ib. എത്ര വട്ടം പറഞ്ഞാലും ചില പിള്ളേര് തെറ്റിക്കുന്ന ഒരു സാധനമാ, ഇപ്പോഴും മറക്കും. a plus ib into a minus ib, a square minus b square. ഇടിക്കും ഞാൻ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചേ. a plus ib into a minus ib, a square plus b square, a square plus b square, a square plus b square. മറക്കാതെ ഓർത്തു വെച്ചോ. a plus ib into a minus ib, a square plus b square ആ, a square minus b square അല്ല. സോ ഇവിടെ a square plus b square. a square ആരാ? 2 square 4 ആണ്. 1 ന്റെ സ്ക്വയർ എത്രയാ? 1. സോ 4 plus 1 5. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ആൽഫ ബീറ്റ c/a, ദാറ്റ് ഈസ് c എന്ന് കിട്ടി. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എത്രയാ? 5. സോ അവർ ആൻസർ ഈസ് c is equal to 5 അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് c, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് 5. സോ രണ്ടും സെയിം ആണ്, c equal to 5 ആണ്. ഓപ്ഷൻ ഡി ആണ്. മറക്കല്ലേ, a plus ib into a minus ib. നമ്മൾ കുട്ടികളൊക്കെ പലവട്ടം പറയും, പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാൾ ചെറുതായിട്ടൊന്ന് തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് കണ്ടോ? മിസ്റ്റേക്കിൽ തന്നെ മിസ്റ്റേക്കിൽ തന്നെ എന്താ മിസ്റ്റേക്കാ? ഓക്കെ, കണ്ടിട്ടുണ്ടോ പസിൽസിലൊക്കെ ക്യാൻ യു ഫൈൻഡ് ദ മിസ്റ്റേക്ക് എന്ന്? പക്ഷെ മിസ്റ്റേക്കിന്റെ തന്നെ സ്പെല്ലിംഗ് മാറ്റിയായിരിക്കും അവരിടുന്നത് അല്ലേ? സോ c is equal to 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th question. In an arithmetic sequence, the sum of first and third term is 6. First term എന്ന് പറഞ്ഞാൽ a, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ a plus 2d. ഇതൊന്നും ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ചാപ്റ്റർ ആ സീക്വൻസ് ആൻഡ് സീരീസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ടേം a, സെക്കൻഡ് ടേം a plus d, തേർഡ് ടേം ഏതാ? a plus 2d. സോ ഫസ്റ്റ് ടേമും തേർഡ് ടേമിനോട് സം വന്നിട്ടുണ്ട് 6 ആ. a plus a 2a. സോ 2a plus 2d എത്രയാണ് വന്നിട്ടുള്ളത്? 6. ഇനി പറയുന്നുണ്ട് സെക്കൻഡ് ആൻഡ് ഫോർത്ത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ a plus d, ഫോർത്ത് എന്ന് പറഞ്ഞാലോ a plus 3d. ഇതിന്റെ സം 20. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താലോ 2a plus 4d. അതെത്രയാ? 20 എന്ന് പറയുന്നുണ്ട്. മക്കളെ നമുക്ക് വേണ്ടത് 11th ടേം. ഏതെങ്കിലും ഒരു ടേം കാണാൻ എന്താ ഫോർമുല? a plus n minus 1 into d, that is a plus 10d. ഇത് എങ്ങനെയാ വന്നതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഇതൊക്കെ വായിക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ. a plus 10d. 2a plus 4d equal to 20. സോ ഇത് രണ്ടുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സെയിം ആയിട്ടുള്ളല്ലേ? സബ്ട്രാക്ട് ചെയ്തേ.
വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. ഇതേ മൈനസ് ഇത് 2a കട്ട് ചെയ്തു. 4d minus 2d 2d 20 minus 6 14 ആണ്. സോ d is equal to 14/2 എത്ര കിട്ടി? 7. d കിട്ടി. d ആരാ? നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. നമുക്ക് di ഇനി ഒരാളുടെ വേണം ആരാ? a. സോ a കാണാൻ എന്ത് ചെയ്യാം? a കാണാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനെ കൊണ്ട് ഇട്ട് കൊടുത്തേ. 2a plus 2d 6 ആ. So 2a plus 2 into d ആരാ? 7 equal to 6. So 2a is equal to 6 minus 2 into 7 14 ആ. So that is minus 8. Hello, 2a minus 8 ആ. So a is equal to minus 8/2 that is minus 4. a minus 4 കിട്ടി. എല്ലാമായി അല്ലേ? അങ്ങനെയാണെങ്കിൽ വേണ്ട. എത്രയാ? minus 4 plus 10 into d എത്രയാ? 7. So minus 4 plus 10 into 7 70 ആണ്. 70 minus 4 66 ആണ്. സോ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? സോ A11 കിട്ടി. എത്ര കിട്ടി? 66. സിമ്പിൾ അല്ലായിരുന്നു. ഇത് എന്തായാലും ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ചാപ്റ്റർ ആണ് ഇത്. സീക്വൻസ് ആൻഡ് സീരീസ്, അരിതമെറ്റിക് സീക്വൻസ്, അങ്ങനത്തെ ചാപ്റ്ററുകളൊക്കെ കേട്ടോ. അതെ, എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഉണ്ടോ? കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ചെയ്യും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേ. വാ, അടുത്തത് 5 points are marked on a circle. The number of distinct polygons of 3 or more sides can be drawn using sum of 5 points as vertices. അതായത് ഒരു സർക്കിൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആണോ? സർക്കിളിൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 5 points ഉണ്ട്. 5 points മാർക്ക് ചെയ്യാം. അങ്ങനെ പറയുന്നുണ്ട്. സോ സർക്കിൾ ഉണ്ട്, 5 points ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം. A, B, C, D, E. ആണോ? കുഴപ്പമില്ലാത്തൊരു പേര അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോളിഗൺസ് ഓഫ് 3 or more സൈഡ്സ്. 3 or 3 കൂടുതലോ ഉള്ള സൈഡ്സ് ഉള്ള ഒരു പോളിഗൺസ് അല്ലെ? നമ്പർ ഓഫ് പോളിഗൺസ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പോളിഗണിന്റെ പ്രത്യേകത 3 എണ്ണമോ 3 കൂടുതലോ ആവാം. ആണോ? യൂസിങ് സം ഓർ ഓഫ് 5 points as vertices. 3, 4, 5 വെർട്ടിസസ് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? എല്ലാ വെർട്ടിസസും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ മിനിമം എത്ര എണ്ണം വേണം? സൈഡ് 3 or 3 കൂടുതൽ. സോ 5 എണ്ണത്തിൽ 3 എണ്ണം ഉള്ളതാവാലോ. സോ 5 എണ്ണത്തിൽ നിന്ന് എങ്ങനെ മക്കളെ 3 എണ്ണം സെലക്ട് ചെയ്യുന്നത്? 5c3 അല്ലേ? പ്ലസ് ഇനി 3 or 3 കൂടുതലോ? അതോ 4 ആവാം 5 ആവാം. സോ 4 എണ്ണം ആണെങ്കിൽ 5c4, 5 എണ്ണം ആണെങ്കിലോ 5c5. സിമ്പിൾ അല്ലേ? ആണോ? 5 പോയിന്റ് ഉണ്ട്. അതിൽ 3 or 3 കൂടുതലോ ഉള്ള പോളിഗൺസ്. സോ 5c3 എന്ന് പറഞ്ഞാൽ 3 എണ്ണം, 5c4 എന്ന് പറഞ്ഞാൽ 4 എണ്ണം, 5c5 എന്ന് പറഞ്ഞാൽ 5 എണ്ണം. സോ 5c3നെ 5c2 എന്നാക്കാലോ. 5c4 എന്ന് പറഞ്ഞാൽ 5c1 ആണ്. 5c5 എത്രയാ? 1. സോ 5c2 5 into 2 divided by 2 into 1. 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 1. സോ 2 into 2 കട്ടായി. 5 plus 5 10, 10 plus 1 11. അങ്ങനെയുള്ള ആൻസർ ഉണ്ടോ? 11. തെറ്റിപ്പോയോ? നോക്കാം. 5c3യും 5c2 ഈക്വല. അത് കറക്റ്റാ. 5 into 4 divided by 5 into 4 ആ മക്കളെ. ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക്. സോ 5 4 കട്ട് ചെയ്താൽ 2 അല്ലേ? 5 into 2 10, 10 plus 5 15, 15 plus 1 എത്രയാ? 16 ആണോ? ആർക്കാണെങ്കിലും ഒരു അബദ്ധം പറ്റാറില്ലേ അല്ലേ? ഓക്കെ, സോ 5c2 plus 5c1 plus 1. സോ 5c2 എന്ന് പറഞ്ഞാൽ 5 into 4 divided by 2 into 1. 5c1 5 plus 1. 5 into 2 10, 10 plus 5 15, 15 plus 1 16. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റിനാ. മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ. അടിപൊളി. മിഡിൽ ടൈം മക്കളേടാ, ഇത് 20 ആ അല്ലേ? നമ്പർ ഓഫ് ടൈംസ് അപ്പോൾ എത്രയായിരിക്കും? പവർ 20 ആണെങ്കിൽ, പവർ n ആണെങ്കിൽ നമ്പർ ഓഫ് ടൈം n+1 ആണ്. ഒരെണ്ണം കൂടുതലാണ്. പവർ n ആണെങ്കിൽ നമ്പർ ഓഫ് ടൈം n+1 ഒന്ന് കൂടുതലാ. സോ പവർ ഇവിടെ 20 ആ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് എത്രയാ? 21. സോ അവർ n എന്ന് പറയുന്നത് എത്രയാ? 21. നമ്പർ ഓഫ് ടൈംസ് ആണേ. n എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്പർ ഓഫ് ടൈംസ്. സോ അവർ നമ്പർ ഓഫ് ടൈംസ് അത് എത്രയാ? 21. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയാം ഓഡ് നമ്പർ ഓഫ് ടൈംസാ അല്ലേ? ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഫോർമുല n+1/2 ദാറ്റ് ഈസ് 21 + 2/2 അല്ലേ? 21 + 2 അല്ല, 21 + 1/2 അല്ലേ? അതെത്രയാ? 22/2 11. സോ മിഡിൽ ടൈം എന്ന് പറയുന്നത് 11 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് ടൈമാ? T11. സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് TR+1 ആ. TR+1. സോ R+1 11 ആ. 10 + 1 അല്ലേ 11. സോ R is equal to 3 മക്കളെ 10 ആ. R is equal to 3 10. R 10 ആ. ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് 21, മിഡിൽ ടൈം 11th ടൈം. സോ R എന്ന് പറയുന്നത്
10. So നമുക്കറിയാം ഇനി ജനറൽ ഫോർമുല NCR into A raised to n minus R into B raised to R. Substitute. പരിപാടി തീർന്നു. n എത്രയാ? n എന്ന് പറയുന്നത് പവർ 20, c R എന്ന് പറയുന്നത് 10, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1 raised to n minus R, that is 20 minus 10 into b എന്ന് പറഞ്ഞാൽ 1/5 raised to R എന്ന് പറയുന്നത് 10. കണ്ടോ? NCR A raised to n minus R B raised to R. ഇത് നമുക്കറിയാം. n എന്ന് പറഞ്ഞാൽ 20, c R നമ്മൾ കണ്ടുപിടിച്ചു 10, a ഫസ്റ്റ് ടൈം 1 raised to 20 minus R, b raised to R. b എന്ന് പറഞ്ഞാൽ 1/5 raised to 10. So 20c10 1 raised to എടുക്കേണ്ട ആവശ്യമില്ല, 1 തന്നെയാണ്. So 1/5 raised to 10. ഓപ്ഷൻ ഉണ്ടോ? 20c10 ഇതൊന്നുമല്ല, 20c10 കണ്ടോ? 20c10 1/5 raised to 10. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 19th question. 20th question ആയിട്ട് നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ. എല്ലാ ഒരു 10 ക്വസ്റ്റ്യൻസിന് ഇടയ്ക്ക് ഒരു ബ്രേക്ക്. നോക്കി മക്കളെ, അടുത്തത് 11c0, 11c0, 11c1, 11c2 അങ്ങനെ അപ് ടു 11c5 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം. എൻട്രൻസ് പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. 11c0, 11c1 അങ്ങനെ അപ് ടു 11c11 ആണെങ്കിലോ, 11c11 ടോട്ടൽ ഇതിന്റെ സം ആണെങ്കിലോ, പോസിബിലിറ്റീസിന്റെ, അതായത് 11c0, 11c1, 11c2, 11c3, 11c4 അങ്ങനെ 11c11 വരെ ആണെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ 2 raised to n. 2 raised to n. ഇവിടെ എത്ര ടേംസ് ഉള്ളത്? ടോട്ടല് 12 ടേംസ് ആണ്. കറക്റ്റ് അല്ലേ? കണ്ടോ? 0 ഉൾപ്പെടെ 1, 2, 3 അപ് ടു 11, 1 തൊട്ട് 11 വരെ 11, 11 + 1 12. കണ്ടോ? ഇതോടെ കുട്ടിച്ചുള്ളൂ. നമ്മോട് ചോദിച്ചിട്ടുള്ളതിലോ 1, 2, 3, 4 അല്ലേ? എത്രയാ വരെ? 6 എണ്ണോട്ട്, 4, 5, 3, 4, 5 കറക്റ്റ് അല്ലേ? 1, 2, 3, 4, 5, 6 കറക്റ്റാ. 6 ടൈംസ്, ഇവിടെ 12 ടൈംസ്, ഇവിടെ 6 ടൈംസ്. നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. 11c0 11c12 ഈക്വലാ, അല്ല സർ 11c11 ഈക്വലാ അല്ലേ? അതേപോലെ 11c1 11c10 ഈക്വലാ. അതെന്താ റിസൾട്ട്? അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ. യെസ്, ആ റിസൾട്ട് എന്ന് പറയുന്നത് NCR is equal to NCn minus R. ഫോർ എക്സാമ്പിൾ 11c3 എന്ന് പറഞ്ഞാൽ 11c8 ഈക്വലാ, കാരണം 8 + 3 11 അല്ലേ? യെസ്. സോ 2 raised to n. ഇവിടെ ടോട്ടലി 12 ടൈംസ്, പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് നേർ പകുതി 6 ടൈംസ് അല്ലേ? 11c0 തൊട്ട് 11c1 വരെ അല്ലേ? 11c അത് കഴിഞ്ഞിട്ട് എവിടെ വരെയാ? 11c5 വരെ. കറക്റ്റ് അല്ലേ? 5 വരെ നേരെ 6 ടൈംസ്, ബാക്കി പിന്നെ ഒരു 6 ടൈംസ്. സോ നേരെ പകുതിയാ. 2 raised to n divided by 2, 2 raised to n minus 1, 3t 2 raised to n minus 1. n എത്രയാ? n എന്ന് പറയുന്നത് 11 ആ. സോ 2 raised to 11 minus 1, that is 2 raised to 10. മക്കളെ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് കീം എക്സാമിന് കാണാം, ജെയ്ക്കും കാണാം. ഇനി ജെയ്യുടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ജെയ് കഴിഞ്ഞു. സോ ഓർത്ത് വെക്കുക, ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നേരെ പകുതിയൊക്കെ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഇടവിട്ടുള്ള ടേംസ് ഒക്കെ ആയിരിക്കും. മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പം സം എത്രയാണ്? 2 raised to n minus 1, that is 2 raised to 11 minus 1, 2 raised to 10. ഭാഗ്യത്തിന് നമ്പർ തന്നിട്ടില്ല, 1024 അതൊന്നും ചോദിച്ചിട്ടില്ല. ഭാഗ്യത്തിന് കറക്റ്റ് 2 raised to 10 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, അടുത്ത ദ ഫംഗ്ഷൻ ആണോ? ദേ ഏതാ? ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. നല്ല ഇഷ്ടമുള്ള ചാപ്റ്റർ കേട്ടോ. ദ ഫംഗ്ഷൻ x raised to 5 into e raised to minus x is increasing in the interval. ഏത് ഇന്റർവെല്ലാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യനാണ്, എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉറപ്പാ, ഗ്യാരണ്ടീഡാ. മക്കളെ നിങ്ങൾക്ക് അറിയാം, ഇൻക്രീസിംഗ് ആണെങ്കിലും ഡിക്രീസിംഗ് ആണെങ്കിലും ആദ്യമേ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ f of x. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുക്കാം, f'(x). എങ്ങനെയാ മക്കളെ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e raised to minus x divided by -1. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഏതാ? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 5x raised to 4. എങ്ങനെയാ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e raised to minus x divided by -1, പ്ലസ് സെക്കൻഡ് ഇൻറ്റു e raised to minus x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x raised to 5 എത്രയാണ്? 5x raised to 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെ കോമൺ എടുക്കാം? ഒരു e raised to minus x എടുക്കാം, x raised to 4 എടുക്കാം. കറക്റ്റ് അല്ലേ? x raised to 4 കറക്റ്റ് അല്ലേ? ആണോ? e raised to minus x ഉം x raised to 4. ബാക്കി ഇവിടെ ആരുണ്ട്? 5 അല്ലേ? 5 മൈനസ് ആണോ? മൈനസ് ഉണ്ട്. ഇവിടെ e raised to minus x ഉം x raised to 5 4 എടുത്തു, ബാക്കി ഒരു x കൂടെ ഇല്ലേ? ഉണ്ട്. എന്തിനു വേണ്ടി എങ്ങനെ എടുത്തെന്ന് മനസ്സിലായോ? നമുക്ക് വേണ്ടത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും. അതിലെ ഇൻക്രീസിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്.
കേട്ടോ. e raised to minus x എല്ലായിടത്തും ഉള്ളതുകൊണ്ട് e raised to minus x എടുത്തു. ഇവിടെ x raised to 4, ഇവിടെ x raised to 5. കോമൺ എടുക്കാൻ പറ്റുന്നത് x raised to 4. ബാക്കിയുള്ളത് 5 മൈനസ് അല്ലേ 5 മൈനസ് x ആ കേട്ടോ. ഇനി ഇവിടെ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഞാൻ പറയുന്നത് ഇവരെ മാത്രമേ ഉള്ളൂ. കാരണം എന്നാ e raised to minus x ഉം e raised to x ഉം നമുക്കറിയാം അത് ഓൾവേസ് ഇൻക്രീസിംഗ് ആ. e raised to x ഉം e raised to minus x ഉം എന്തായിരിക്കും? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് ഇൻക്രീസിംഗ്. അവരെപ്പോഴും എന്താ ഇൻക്രീസിംഗ് ഫംഗ്ഷനാണ്. x raised to 4 ഈവൻ പവറാ, ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. മനസ്സിലായോ? e raised to minus x എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ്, x raised to 4 എന്ന് പറയുന്നത് ഈവൻ പവർ ആണ്, ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. സോ ദീസ് ടു ആർ പോസിറ്റീവ്. പിന്നെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? 5 മൈനസ് എക്സ്. നമുക്കൊന്ന് ഇന്റർവെൽ ഒക്കെ വരയ്ക്കാം അല്ലെ? എങ്ങനെയാ മക്കളെ 5 മൈനസ് എക്സിൽ ഇന്റർവെൽ ഒക്കെ വരയ്ക്കുന്നത്? ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇത് പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ ഒരാളുണ്ട്, ആരാ? 5 മൈനസ് എക്സ് ഈക്വൽ ടു 0. ഫ്രം ഹിയർ എക്സ് ഈക്വൽ ടു 5. സോ അവർക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് 5. ഇനി എവിടെയൊക്കെയാണ് നെഗറ്റീവും പോസിറ്റീവും? ഇവിടെ 5 പ്ലസിലുള്ള വാല്യൂ ആരാ? ഒരു 6. ഇവിടെ ഇട്ട് കൊടുത്തേ 5 മൈനസ് 6. 5 മൈനസ് 6 നെഗറ്റീവ് അല്ലേ? -1. 7 ഇട്ട് കൊടുത്തേ 5 മൈനസ് 7 -2. സോ ഇവിടെ എല്ലാം നെഗറ്റീവാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ള ആരാ? ഇൻക്രീസിംഗിന്റെ ഇന്റർവെൽ, ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു 5, ഓപ്ഷൻ ഡി കേട്ടോ. മൈനസ് ഇൻഫിനിറ്റി ടു 5. ഓക്കെ അല്ലേ? യെസ്. സോ നമ്മുടെ 20th ക്വസ്റ്റ്യൻ കഴിയൂ. 20th ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം അല്ലേ? വെള്ളം കുടിക്കണം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. നമുക്ക് അടുത്തത് നമ്മുടെ വീണ്ടും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. കോസ് ഇൻവേഴ്സ് കോസ് 7π/6 കണ്ടിട്ടുണ്ടോ? കാണാത്തൊരു ചുരുക്കം. ഒരു വട്ടെങ്കിലും NCERT പഠിപ്പിച്ചിട്ടുള്ളവർക്ക് കാണാം. പക്ഷെ നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ NCERTയിലും ഉണ്ട്, എൻട്രൻസിലും ഉണ്ട് അല്ലേ? സോ ഓർത്ത് വെക്കുക ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. മക്കളെടാ ഇവിടെ 7π/6 അല്ലേ? ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? കോസ് ഇൻവേഴ്സ് കോസ് 7π/6 എങ്ങനെ എഴുതാം? π + π/6 എന്ന് എഴുതാവോ? എഴുതാം. π + π/6 ആരാ? 7π/6 ആണ്. നോക്കിയേ 6π + π 7π/6. കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ കോസ് 180 + തീറ്റ. കോസ് 180 + തീറ്റ ആരാ? കോസ് തീറ്റ അല്ല, മൈനസ് കോസ് തീറ്റ. സോ കോസ് 180 + തീറ്റ ആരാ? മൈനസ് കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് ഓഫ് മൈനസ് തീറ്റ അല്ലേ? ആര് വരും? -π/6. ഡൗട്ടില്ലല്ലോ? ഡൗട്ടില്ല. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? കോസ് 180 + തീറ്റ തേർഡ് ക്വാഡ്രന്റിൽ അതെന്താ? നെഗറ്റീവ് അല്ലേ? യെസ്, നെഗറ്റീവ് ആണ്. കുഴപ്പമില്ല. ഇനി നോക്കിയേ കോസ് ഇൻവേഴ്സ് കോസ് -π/6. പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ വരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആ. 0 തൊട്ട് π വരെ. ഇത് നെഗറ്റീവ്, അത് പോസിബിൾ അല്ല. 0 to π ആണ് ഏത്? നമ്മുടെ കോസിന്റെ റേഞ്ച്. സോ ഇവിടെ -π/6 പോസിബിൾ അല്ല. നമുക്കറിയാം നമ്മുടെ കോസ് നെഗറ്റീവ് ആവുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലും പോസിബിൾ അല്ലേ? സോ സെക്കൻഡ് ക്വാഡ്രന്റിലും പോസിബിൾ ആയതുകൊണ്ട് കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് എനിക്ക് π - π/6 എന്ന് എഴുതാവോ? π - π/6 കറക്റ്റ് അല്ലേ? ഇവിടെ -π/6 ആ. കോസ് 180 - തീറ്റ, കോസ് 180 - തീറ്റ മൈനസ് കോസ് തീറ്റ, മൈനസ് കോസ് തീറ്റ കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കാടാ, ഇങ്ങോട്ട് നോക്കിയേ. കോസ് ഇൻവേഴ്സ് കോസ് 6π - π 5π/6 കണ്ടോ? കോസും കോസ് ഇൻവേഴ്സും കട്ട് ചെയ്താൽ ആര് വരും? 5π/6. ഇത് നമ്മുടെ ഇന്റർവെല്ലിൽ ഇല്ലേ? ഉണ്ട്. 5 × 30 150 പോസിബിളാ. സോ അവർ ആൻസർ ഈസ് ഈ 5π/6. കാര്യം മനസ്സിലായോ? 7π/6 എടുക്കാൻ പറ്റത്തില്ല. 7 × 30 210 ആ. അത് റേഞ്ചിലില്ല. 0 to 180 അല്ലേ? ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല, നെഗറ്റീവ് എടുക്കാൻ പറ്റത്തില്ല. സോ നെഗറ്റീവ് വന്നപ്പോൾ തേർഡില്ല, അതുപോലെ തന്നെ സെക്കൻഡിലും നെഗറ്റീവ് അല്ലേ? സോ ഇതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി π - π/6 ആക്കി. സോ 6π - π 5π/6. കോസും കോസ് ഇൻവേഴ്സും കട്ട് ചെയ്താൽ 5π/6. അത് നമ്മുടെ ഇന്റർവെല്ലിൽ ആയതുകൊണ്ട് നമുക്ക് അത് എടുക്കാം. സോ ഓപ്ഷൻ ഇ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടമുള്ള. നോക്കി മക്കളെ, ദ പോയിന്റ്സ് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ടേക്കൺ ഇൻ ദ ഓർഡർ ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം, ദെൻ വാല്യൂ ഓഫ് എ. ഞാൻ എപ്പോഴും പറയാറുള്ള കേട്ടോ, ഒരു പാരലോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിലെ 4 വെർട്ടിസസ് ഓർഡറിൽ തന്നേക്കോ. ഏതൊക്കെയാ? -2 - 1. അടുത്തതോ a, 0. നെക്സ്റ്റ് 3, 3. നെക്സ്റ്റ് -3, 2. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഉഡായിപ്പ് വഴി, UM മെത്തേഡ്, ഉഡായിപ്പ് മെത്തേഡ്. നോക്കൂ എങ്ങനെയാ.
എ അല്ലേ കണ്ടുപിടിക്കേണ്ടത് എക്സ് കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്തുള്ള രണ്ടെണ്ണത്തിന്റെ എടുക്കുക എക്സ് കോർഡിനേറ്റ്. ആരൊക്കെയാ ഈ രണ്ട് എക്സ് കോർഡിനേറ്റ് എടുത്തേ? ഏതൊക്കെയാ? -2 3. അതൊന്ന് ആഡ് ചെയ്തേ. -2 + 3. കണ്ടോ? മനസ്സിലായോ? എക്സ് കോർഡിനേറ്റ് ചെയ്യാൻ അടുത്തുള്ള രണ്ടെണ്ണം ആഡ് ചെയ്യുക. അടുത്തുള്ള രണ്ടെണ്ണം ആരൊക്കെയാ? -2 3 കൂടെ ആഡ് ചെയ്തു. ഓപ്പോസിറ്റ് ഉള്ളത് സബ്ട്രാക്ട് ചെയ്യുക. ഇതല്ലേ ഓപ്പോസിറ്റ് ഉള്ളത്? അതാരാ? -3. അത് സബ്ട്രാക്ട് ചെയ്യണം. -3 സബ്ട്രാക്ട് ആ നമ്പർ കൊടുത്തു. കുഴപ്പമില്ലല്ലോ. അടുത്തുള്ള രണ്ടെണ്ണം ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് ഉള്ളത് സബ്ട്രാക്ട് ചെയ്യുക. കണ്ടോ? അടുത്തുള്ളത് -2 3 അത് ആഡ് ചെയ്തു, -3 സബ്ട്രാക്ട് ചെയ്തു. സോ 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് എന്ന് പറയുമ്പോൾ വീണ്ടും മൈനസ് 1 + 3 4 എന്ന് വരും അല്ലെ? 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ 4. സോ ആൻസർ ഈസ് 4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേരിയൻസ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ കഴിഞ്ഞ ലൈവിൽ ഞാൻ ഇക്വേഷൻ പറഞ്ഞായിരുന്നു, വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ടൈപ്പ് ചെയ്യാവും. ശരി പാടാ അല്ലേ? പാടൊന്നുമില്ല, വേണമെങ്കിൽ ഒക്കെ ടൈപ്പ് ചെയ്യാന്നേ ഉള്ളൂ. വേരിയൻസ് ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഏതാ മക്കളെ? യെസ്, n² - 1/12. n² - 1/12. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്. എത്ര ടൈംസ് ആ? 20. സോ 20² - 1/12 അല്ലെ? 400 - 1 399/12. അറിയാലോ? 20² 400, 400 - 1 399/12. 3 വെച്ച് കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്താൽ 12 എന്താവും? 12 എന്ന് പറയുന്നത് 4 ആവും. 4 ഉണ്ടോ? യെസ്. 399 3 വെച്ച് കട്ട് ചെയ്താൽ 133. സോ ഓപ്ഷൻ ഇ അല്ല, ഓപ്ഷൻ ഡി 133/4. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കുക അല്ലേ? സോ n² - 1/12 സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? f ഇൻവേഴ്സ് -2 കണ്ടുപിടിക്കേണ്ടതാ. f ഇൻവേഴ്സ് -2 നോക്കാം. മക്കളെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഏതാ? f of x എന്ന് പറയുന്നത് 4x + 3 ഡിവൈഡഡ് ബൈ x + 2. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് f ഇൻവേഴ്സ് -2. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യമേ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാ മക്കളെ ഇൻവേഴ്സ് കാണുന്നത്? അറിയാലോ, ഉടായ്പ വഴിയല്ല, ഒറിജിനൽ വഴി കേട്ടോ. f of x നെ മാറ്റി എന്ത് വിളിക്കുക? y എന്ന് വിളിക്കുക. സോ y = 4x + 3 ഡിവൈഡഡ് ബൈ x + 2. ഇപ്പോൾ ഇക്വേഷൻ ഏതിലാ? എക്സിലാ. കൺവേർട്ട് ഇൻറ്റു y യിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. xy + 2y = 4x + 3. ഡൗട്ടില്ലല്ലോ? ഞാൻ ആ x അങ്ങ് കോമൺ എടുത്തു, ബാക്കി എന്നാ ഉണ്ട്? ഇവിടെ x-ന്റെ കൂടെ y ആ. സോ y ഈ +4x ഇപ്പുറത്ത് വരുമ്പോൾ -4x ആവും. സോ x-ന്റെ കൂടെ ആരാ? -4. സോ ബാക്കിയുള്ള ആരൊക്കെയാ? 3 + 2y അപ്പുറത്ത് പോകുമ്പോൾ -2y. കണ്ടോ? ഇങ്ങനെ ഇട്ട്. ഇതാണ് നമ്മുടെ x അല്ലെ? അങ്ങനെയാണെങ്കിൽ x = എത്ര കിട്ടി മക്കളെ? 3 - 2y ഡിവൈഡഡ് ബൈ y - 4. ആണോ? 3 - 2y ഡിവൈഡഡ് ബൈ y - 4. ഇതാണോ നമ്മുടെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ്? ആണോ? ഇത് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആക്കണമെങ്കിൽ f ഇൻവേഴ്സ് x എന്ന് കൊടുക്കുക, എന്നിട്ട് y-യുടെ സ്ഥാനത്ത് ആരാക്കുക? x ആക്കുക. സോ 3 - 2x ഡിവൈഡഡ് ബൈ x - 4. കണ്ടോ? y-ക്ക് ഒരു ആരാക്കി? x ആക്കി. ഇതാണ് ഇൻവേഴ്സിന്റെ ട്രിക്ക്. ഇനി ചോദിച്ചിട്ടുള്ളത് f ഇൻവേഴ്സ് -2. സോ f ഇൻവേഴ്സ് -2, x-ന് -2 ഇടുമ്പോൾ 3 - 2 × -2 ഡിവൈഡഡ് ബൈ -2 - 4. എത്ര ഇടി? പറയാം, നോക്കിയേ. -2 × -2 + 4 ആണ്. സോ 3 + 4 7. സോ 7 ഡിവൈഡഡ് ബൈ -6. സോ ആൻസർ ഈസ് -7/6. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ പി അല്ലെ? അറിയാലോ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? എക്സിനെ വൈയിലേക്ക് കൺവേർട്ട് ചെയ്താൽ. കണ്ടോ? ഒരു ഇക്വേഷനായി. ഫംഗ്ഷൻ ഇൻവേഴ്സ് ആണ് കാണണമെങ്കിൽ y മാറ്റി അത് x ആക്കുക. അപ്പൊ ഇൻവേഴ്സ് x ആയി. പക്ഷെ ചോദിച്ചിരിക്കുന്ന f ഇൻവേഴ്സ് -2 ആ. സോ പുട്ട് ദ വാല്യൂ ഓഫ് x ആസ് -2. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബി കണ്ടാലേ ഓർക്കുക ആരാ? ബ്രില്യന്റ്. കോൺട്രാപോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഏതാ? കോൺട്രാപോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് p or q implies r. മക്കളേടാ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും ഇൻവേഴ്സും ഒക്കെ അറിയാം അല്ലെ? കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, ഇൻവേഴ്സ് അല്ലെ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരാ? കോൺട്രാപോസിറ്റീവ്. സോ നമുക്കറിയാം p implies q ആണെങ്കിൽ അല്ലെ? p implies q ആണെങ്കിൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് ആരാ? തിരിച്ചെഴുതണം. q implies p മാത്രമല്ല, ഇതിന്റെ എന്തുകൂടെ എടുക്കണം? നെഗേഷനൂടെ എടുക്കണം അല്ലെ? കോൺവേഴ്സ് ആരായിരുന്നു? കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ q implies p തിരിച്ചിട്ടാ മാത്രം മതി. പക്ഷേ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാ മാത്രം പോരാ, അതിന്റെ എന്തുകൂടെ എടുക്കണം? നെഗേഷനൂടെ എടുക്കണം. ഇൻവേഴ്സ് ആണെങ്കിലോ? ഇൻവേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് നെഗേഷൻ p implies നെഗേഷൻ q. ഓർത്തോ? ശരി കേട്ടോ. നമുക്ക് വേണ്ടത് ആരാ? കോൺട്രാപോസിറ്റീവാ. സോ തിരിച്ചുവിടണം, നെഗേഷനും എടുക്കണം. സോ തിരിച്ചുവിടണം, നെഗേഷനും എടുക്കണം. ആദ്യം തിരിച്ചിട്ടാൽ ആര് വരും? r implies p or q. പക്ഷെ ഇത് തിരിച്ചിട്ടാൽ
ആരായി കോൺവേഴ്സ് ആയി ഇത് കോൺട്രാ പോസിറ്റീവ് ആക്കാൻ ഇവിടെ ഒരു നെഗേഷനൂടെ കൊടുക്കണം. ഇവിടെ എന്തുകൂടെ കൊടുക്കണം? നെഗേഷൻ. സോ വാട്ട് ഈസ് അവർ ആൻസർ? നെഗേഷൻ ആർ ഇംപ്ലൈസ് negation of p. നിങ്ങൾക്കറിയാം negation p, negation of ഓറിന്റെ negation and ആണ്. സോ negation of q, negation q അല്ലേ? സോ negation r implies negation p and negation q. ഏത് ഓപ്ഷൻ? സി. സി അല്ലേ? കണ്ടോ, negation r implies negation p and negation q. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ 25th ക്വസ്റ്റ്യൻ. അടുത്ത 26th നോക്കിയേ. വീണ്ടും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ. ഇപ്പൊ അതൊക്കെ കുറെ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ അല്ലേ? പുതിയ നമ്മുടെ സിലബസുകളൊക്കെ വന്നപ്പം ഈ ചാപ്റ്റർ ഒക്കെ കുറെ കട്ട് ചെയ്തു അല്ലേ? എനിക്ക് തോന്നുന്നത് ആരും പഠിച്ചിട്ടില്ലെന്നാ തോന്നുന്നു ഈ ചാപ്റ്റർ. ഇപ്പം എക്സാം എഴുതുന്ന പിള്ളേരൊന്നും ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ല. മക്കളെടാ, ഇത് സ്കൂളിൽ ഒരു അലമ്പ് ചാപ്റ്റർ. നമ്മളൊക്കെ പോലെ അലമ്പാണോ? അല്ല, നമ്മളൊക്കെ അടിപൊളി പിള്ളേർ. പക്ഷേ ഇതെന്തായിരുന്നു? അലമ്പ് ചാപ്റ്റർ ആയിരുന്നു. എനിക്കിഷ്ടമില്ലായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം അല്ലേ? ഇവിടെ പക്ഷെ എൻട്രൻസിന് വന്നാൽ ഇത് എന്താണ്? അടിപൊളി ചാപ്റ്റർ. മനസ്സിലായോ? അടിപൊളി ചാപ്റ്റർ. നോക്കിയേ ക്വസ്റ്റ്യൻ. 3⁻3n മൈനസ് 26n മൈനസ് 1. ഇതൊക്കെ എന്ത് സുഖമാണെന്നറിയാം. നമുക്ക് 4 മാർക്ക് എന്ന് പറയുന്നത് ഉറപ്പാണ്. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാലുള്ള ഓർത്ത് വയ്ക്കേ. പണ്ട് ആരാ പറയത്തില്ലേ, സൈമൺസിന്റെ വിക്കറ്റ് എടുത്ത ശ്രീശാന്തിനെ പോലെ കണ്ടിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു ആ സെലിബ്രേഷനൊക്കെ? വിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പൊടിച്ചൊക്കെ. ഏതായിരുന്നു? 2007 T20 വേൾഡ് കപ്പ്. ഓർക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ കൊച്ചു പിള്ളേരായിരിക്കും. യെസ്, അതെ. ഞാനൊക്കെ അന്ന് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഭ്രാന്തൊക്കെ തലയിൽ കയറിയിരിക്കുന്ന സമയമാണ്. അതാ പറഞ്ഞേ, ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നുള്ള അവസ്ഥ ആലോചിക്കുക, എന്തൊരു സന്തോഷമായിരിക്കും. യെസ്, നോക്കിയടാ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന എക്സ്പ്രഷൻ ഡിവിസിബിൾ ബൈ ഏത് ടൈം ആണ്. നമ്മൾ 1 ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നോക്കിയേ, ഇപ്പോൾ n = 1 ഇടുമ്പോൾ എന്ത് വരും? 3³ മൈനസ് 26 മൈനസ് 1 ദാറ്റ് ഈസ് 0 വരും. 27 മൈനസ് 26 1 ആണ്. സോ 1 മൈനസ് 1 0 അങ്ങനെയാണെങ്കിൽ ഒന്ന് 2 ഇട്ട് കൊടുത്തേ. എത്ര വരും? 3⁻2 3 × 2 6 മൈനസ് 26 × 2 മൈനസ് 1. ഇങ്ങനെ ഇട്ടുള്ള ഗുണം എന്താ? നമ്മുടെ ആൻസർ കിട്ടും. നോക്കിയേ, 3⁻6 എന്ന് പറഞ്ഞാൽ 729 ആണ്. 26 × 2 52 മൈനസ് 1. സോൾവ് ചെയ്യാം. 729 മൈനസ് 1 728 അല്ലേ? 728 മൈനസ് 52 എത്ര കിട്ടും മക്കളെ? 676. ഓപ്ഷൻ ഉണ്ടോ? 676 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് n-ന് 1 ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രശ്നം എന്താ? n-ന് 1 ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ സമയത്ത് n-ന് 2 ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആർ ഇൻ ദ റേഷ്യോ 2:3 then the value of a. യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റൂട്ട്സിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 2:3. മക്കളെടാ, റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫാനെ 2 അല്ലേ? നമുക്ക് റേഷ്യോ അല്ലേ? സോ 2 എന്ത് കൊടുക്കാം? 2a എന്നോ അങ്ങനെ വല്ലതും കൊടുക്കാം. ബീറ്റ എന്ന് പറഞ്ഞാലോ? 2 റൂട്ട്സ് ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ 3a. ഇവരുടെ റേഷ്യോ ആണ് 2:3. നമുക്ക് ആൽഫാനെ 2a എന്നും ബീറ്റാനെ 3a എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ax² മൈനസ് 5x + 6 = 0. നമുക്ക് എയുടെ വാല്യൂ ആണ് വേണ്ടത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആദ്യം പഠിക്കുന്ന പിള്ളേർ അറിഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്: സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും. സം ഓഫ് ദ റൂട്ട്സ് അറിയാലോ? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് p/a അല്ലെ? മൈനസ് ഓഫ് -5 5 ഡിവൈഡഡ് ബൈ a. മക്കളെടാ, ആൽഫ പ്ലസ് ബീറ്റ ആരാ? 2a + 3a 5a. 5a = 5 ഡിവൈഡഡ് ബൈ a. 5ഉം 5ഉം കട്ട് ചെയ്തു. കറക്റ്റ് അല്ലേ? ഇവിടെ a എന്ന് പറഞ്ഞാൽ a തന്നെയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം, കാരണം ഈ എയും a കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്കിതിനെ b എന്ന് വല്ലതും വിളിക്കാം. b ഇല്ലാത്തതുകൊണ്ട് b വിളിക്കാം. സോ ഇവിടെയും b എന്ന് വിളിക്കാം അല്ലേ? സോ 5b. 5b = 5/a. അങ്ങനെയാണെങ്കിൽ നമ്മുടെ b എന്ന് പറയുന്നത് എത്രയാണ്? 1/a. റേഷ്യോയിലെ ഇതാണേ. സോ 1/a. കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് 2x എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇനി നോക്കിയ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഏതാ? ആൽഫ ബീറ്റ 6β² അല്ലേ? 2 × 3 6β². അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/a. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/a. ആണോ? 6ഉം 6ഉം കട്ട് ചെയ്തു. b² = 1/a. ബിയും 1/a, b² 1/a. അതെന്നെ അങ്ങനെ വരാൻ കാരണം നമ്പരും 1/a, അതിനെ സ്ക്വയർ ചെയ്തപ്പോഴും 1/a. അങ്ങനെ ഒരൊറ്റ ടേമേ ഉള്ളൂ. ആരാ? 1. 0 ഉണ്ട്. ഓക്കെ, അതല്ല 1നെ സ്ക്വയർ ചെയ്താലും 1 അല്ലേ? 1ഉം 1നെ സ്ക്വയർ ചെയ്താലും 1. സോ ബിയും b² ഈക്വൽ ആണ്. സോ അവർ വാല്യൂ a is എത്രയാണ്? 1. കണ്ടോ? 1/1 1/1 അല്ലേ? 1/1 1 1നെ സ്ക്വയർ ചെയ്താലും 1 തന്നെ. സോ അവർ ആൻസർ ഈസ് 1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത 28th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയേ മക്കളെ, വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണേ. നോക്കിയേ,
sec x and cosec x are the roots of the quadratic equation x square minus px plus q. ഇതിന്റെ റൂട്ട്സ് ആണ് ആരൊക്കെ? cos x ഉം അല്ലെ, cos x അല്ല cosec x ഉം sec x ഉം. ഓക്കെ അല്ലേ? ഈ രണ്ടെണ്ണമാണ് ഈ പറയുന്ന ഇക്വേഷന്റെ റൂട്ട്സ്. ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സം ഓഫ് ദി റൂട്ട്സ് കാണാൻ മേലേ, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് കാണാൻ മേലേ. യെസ്. സോ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സം ഓഫ് ദി റൂട്ട്സ് sec x പ്ലസ് cosec x. അതെത്രയാ? b ബൈ എ അല്ലേ, മൈനസ് b ബൈ എ. സോ മൈനസ് b എന്ന് പറഞ്ഞാൽ ഇതാ മൈനസ് ഓഫ് മൈനസ് p, p ബൈ എ എത്രയാ? 1. സോ sec x പ്ലസ് cosec x എത്രയാ? 1. ഇതിന്റെ റെസിപ്രോക്കൽ ഒന്ന് എടുത്തു വെച്ചൊരു ആവശ്യം വരാം. sec x ന്റെ 1 ബൈ cos x, മറ്റേത് 1 ബൈ sin x. സോ 1 ബൈ sin x അല്ലേ, sec x ന്റെ 1 ബൈ cos x പ്ലസ് 1 ബൈ sin x. അതെത്രയാ? p. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin x പ്ലസ് cos x ഡിവൈഡഡ് ബൈ sin x cos x അല്ലെ, LCM എടുത്തു. അതെത്രയാണെന്നറിയാം? p ആണെന്നറിയാം. ഡൗട്ട് ഇല്ലല്ലോ. sin x പ്ലസ് cos x എത്രയാണ്? p. കണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ എടുത്തു. സോ p is equal to sin x plus cos x divided by sin x cos x. ഇനി ഇവരുടെ പ്രോഡക്റ്റ് എടുത്തേ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? sec x into cosec x. അത് c ബൈ a. c എന്ന് പറഞ്ഞാൽ q ആണ്. സോ q ബൈ 1. അതെത്രയാ? q. മക്കളെടാ sec x നെ എങ്ങനെ എഴുതാം? 1 ബൈ cos x അല്ലേ, cosec x നെയോ 1 ബൈ sin x. സോ sin x into cos x അത് എത്ര കിട്ടി? q എന്ന് കിട്ടി. 1 ബൈ sin x into cosec x ആരാ അല്ലേ, 1 ബൈ sin x into cos x ആരാ? q. സോ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. നോക്കിയേ, sin x പ്ലസ് cos x അതേപോലെ തന്നെ നിർത്തി. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. cos x sin x എത്രയാ മക്കളെ? 1 ബൈ cos x sin x q ആണോ, 1 ബൈ cos x sin x ആണോ, 1 ബൈ cos x sin x അത് ആരാ? നമ്മുടെ q ഈസ് ഈക്വൽ ടു p. ഒരു കുഴപ്പമില്ല, ഇങ്ങനെ എഴുതാലോ. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. സോ sin x പ്ലസ് cos x ഡിവൈഡഡ് ബൈ sin x cos x എന്നായിരുന്നു. 1 ബൈ sin x cos x ന് എന്തെഴുതി? 1 ബൈ sin x cos x ന് q എന്ന് എഴുതി. നമുക്ക് നോക്കിയേ, ഇവിടെ എല്ലാം ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻസ് എല്ലാം സ്ക്വയർ ടേംസ് ആണ്. p സ്ക്വയർ q സ്ക്വയർ. സോ നമുക്കിപ്പോൾ p എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അന്നങ്ങനെ സ്ക്വയർ നോക്കാം. p സ്ക്വയർ എന്ത് കിട്ടും മക്കളെ? p സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ q സ്ക്വയർ ആവും, ബാക്കി sin x പ്ലസ് cos x ന്റെ സ്ക്വയർ. സ്ക്വയർ ചെയ്തേ എന്ത് കിട്ടും അല്ലേ? സോ p സ്ക്വയർ ഈക്വൽ ടു q സ്ക്വയർ ഇൻറ്റു sin x ന്റെ സ്ക്വയർ sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x, കറക്റ്റ് അല്ലേ, പ്ലസ് 2 sin x cos x. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്, കുഴപ്പമില്ലല്ലോ, ഇത് അറിയാവുന്നല്ലേ. യെസ്. സോ p സ്ക്വയർ ഈക്വൽ ടു q സ്ക്വയർ ഇൻറ്റു sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x 1 ആ, 2 sin x cos x. മക്കളെടാ 2 sin x cos x ആരാ? 2 sin x cos x കണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്കി, ഇവിടെ 1 ബൈ q എന്ന് പറഞ്ഞാൽ ആരാ? sin x cos x, കറക്റ്റ് അല്ലേ, sin x cos x. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 sin x cos x. സോ ഇവിടെ 2 കൊടുക്കുക, ഇവിടെ ഒരു 2 കൊടുക്കുക, 2 ബൈ q. സോ നമ്മുടെ 2 sin x cos x എന്ന് പറഞ്ഞാൽ ആരാ? 2 ബൈ q, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. സോൾവ് ചെയ്തേ. p സ്ക്വയർ ഈക്വൽ ടു q സ്ക്വയർ ഇൻറ്റു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ q പ്ലസ് 2 ഡിവൈഡഡ് ബൈ q. ഈ q q കട്ടാവാം, കറക്റ്റ് അല്ലേ? ആൻസർ ആയി. സോ p സ്ക്വയർ ഈക്വൽ ടു q ഇൻറ്റു q പ്ലസ് 2, q ഇൻറ്റു q പ്ലസ് 2, കറക്റ്റ് അല്ലേ? ഇച്ചിരി സ്പീഡായിരുന്നു അല്ലേ, നമുക്ക് സമയം തീരാറായി, അതുകൊണ്ടാട്ടോ സ്പീഡ് കൂട്ടിയത്. സോ ആൻസർ ഈസ് q ഇൻറ്റു q പ്ലസ് 2. ഏതാ? ഓപ്ഷൻ സി ആണ്. ഇന്ന് കുറേ ഓപ്ഷൻസ് സി ആയിരുന്നു തോന്നുന്നു. ബി നമ്മുടെ ബ്രില്യൻറ്റ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ. പേടിക്കണ്ട, കീമിന് ഇഷ്ടം പോലെ ഒന്നുള്ളൂ ബി അല്ലേ. കീമിന് എന്തായാലും ഇഷ്ടം പോലെ ബ്രില്യൻറ്റിൻ്റെ റിസൾട്ട് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. വാ. സോ p സ്ക്വയർ ഈക്വൽ ടു q ഇൻറ്റു q പ്ലസ് 2. കുഴപ്പമില്ലല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം മക്കളെ. ഇവിടെ ഇൻഇക്വാലിറ്റീസിലെ ക്വസ്റ്റിനാ. സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇൻഇക്വാലിറ്റി. സിമ്പിളാ, സോൾവ് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 5 ഇൻറ്റു 5x 25x മൈനസ് 2 ഇൻറ്റു 5 10 മൈനസ് 3 ഇൻറ്റു മൈനസ് 7x മൈനസ് 21x ആണോ. ഇവിടെ പിള്ളേർ തെറ്റിങ്ങനെ ഒരു മിസ്റ്റേക്കാ. 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 10 അതല്ല, ഇതേ ഫ്രണ്ടിൽ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് 2 പേർക്ക് കൂടെ ഉള്ളതാണ്. സോ 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 10, ഇവിടെ ഒരു പ്ലസ് 9 ആട്ടോ വരുന്നത്. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 എത്രയാ? 15 ഗ്രേറ്റർ ദാൻ x ബൈ 4. സോ നോക്കിയാൽ 25x മൈനസ് 21x 4x ആണ്. സോ 4x മൈനസ് 10 പ്ലസ് 9 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 15 ഗ്രേറ്റർ ദാൻ x ബൈ 4. ഡൗട്ട് ഇല്ലല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 4 ഇൻറ്റു 4x 16x പ്ലസ് 4 ഇൻറ്റു 1 4 ഗ്രേറ്റർ ദാൻ 15x. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 16x മൈനസ് 15x 1x അല്ലേ, കറക്റ്റ് അല്ലേ? യെസ്. ഇവിടെ പ്ലസ് 1 അല്ല മൈനസ് 1 ആണേ, കാരണം മൈനസ് 10 പ്ലസ് 9 മൈനസ് 1 ആണ് കേട്ടോ. കമൻറ്റ് ഇട്ട് എനിക്കറിയാം, കറക്റ്റാ. സോ 4 ഇൻറ്റു 4x 16x 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4, കറക്റ്റ് അല്ലേ? ഗ്രേറ്റർ ദാൻ 15 ഇൻറ്റു x 15x. സോ 16x മൈനസ് 15x x ഗ്രേറ്റർ ദാൻ 4. സോ ഗ്രേറ്റർ ദാൻ 4 ടു ഇൻഫിനിറ്റി. ഏത് ഓപ്ഷൻ?
4 to infinity ഏത് ഓപ്ഷൻ പെട്ടെന്ന് പറയേ ഇല്ലേ ഇല്ല സോ ആൻസർ ഈസ് നൺ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല 4 to infinity സോ അവർ ആൻസർ ഈസ് നൺ നമ്മൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കാനായിട്ട് പോകുന്നത് സോ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ 30th ക്വസ്റ്റ്യൻ മക്കളെടാ സർക്കിൾസിലെ ക്വസ്റ്റ്യനാ ഏതാ സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 7y പ്ലസ് 12 ഈക്വൽ ടു 0 ചോദിച്ചിരിക്കുന്നത് കട്ട്സ് ആൻഡ് ഇന്റർസെപ്റ്റ് ഓഫ് y ആക്സിസ് ഓഫ് ലെങ്ത് അത്രേ ഉള്ളൂ y ആക്സിസിന്റെ ലെങ്ത് y ഇന്റർസെപ്റ്റിന്റെ ലെങ്ത് y ആക്സിസ് അല്ല y ഇന്റർസെപ്റ്റിന്റെ ലെങ്ത് ഓഫ് y ഇന്റർസെപ്റ്റ് എന്താ മക്കളെ ഇക്വേഷൻ 2 into root of f square minus c പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു വെച്ചോ ലെങ്ത് ഓഫ് എന്താ y ഇന്റർസെപ്റ്റിന്റെ ലെങ്ത് 2 into root of f square minus c x ഇന്റർസെപ്റ്റിന്റെ ലെങ്തോ 2 into root of g square minus c അത്രേ ഉള്ളൂ സോ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം എഫ് എന്ന് പറഞ്ഞാൽ ആരാ എഫ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് കോഎഫിഷ്യന്റ് ആരാ 4 അത് ജി വെച്ചിട്ടുള്ളോ വൈ കോഎഫിഷ്യന്റ് ആണ് ആര് നമ്മുടെ എഫിന്റെ ഡബിൾ സോ എഫ് എന്ന് പറഞ്ഞാൽ പകുതിയാ അതായത് -7/2 ആ അല്ലേ അറിയാലോ സെന്റർ ഒക്കെ കാണാനായിട്ട് എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് എടുക്കുക പകുതി എടുക്കുക അത്രേ ഉള്ളൂ അല്ലേ സോ -7/2 അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിനകത്ത് ഇട്ടൊന്നും കൊടുത്തടാ 2 into root of f square -7/2 ന്റെ സ്ക്വയർ -7 ന്റെ സ്ക്വയർ 49 2 ന്റെ സ്ക്വയർ 4 മൈനസ് സി ആരാ സി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് ആരാ 12 സോ 2 into root of ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 49 minus 12 into 4 48 divided by 4 so 2 into root of 49 minus 48 1 ആണ് so 1/4 so 2 into root 1 ആണ് 1/4 ന്റെ റൂട്ട് 2 so 2 into കട്ട് ചെയ്ത് ആൻസർ 1 ഇക്വേഷൻ ഓർത്തോ ഇതാണ് ലെങ്ത് ഓഫ് y ഇന്റർസെപ്റ്റ് ലെങ്ത് ഓഫ് x ഇന്റർസെപ്റ്റ് ആണെങ്കിലോ 2 into root of g square minus c സിമ്പിൾ അല്ലായിരുന്നോ യെസ് സോ ആൻസർ ഈസ് 1 നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ആൻസർ 1 വന്നു അങ്ങനെ തന്നെയാണ് ക്യൂവിനും 0യും 1നും ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ് കേട്ടോ പണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം ഓക്കെ മക്കളേടാ അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ചെയ്തു നല്ല ക്വസ്റ്റ്യൻസ് ആണ് സിമ്പിൾ ആണെങ്കിലും അതാണ് ചോദിക്കുന്നത് അല്ലാതെ JEE Main ലെവലൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല കീമിന് പഠിക്കുവാണെങ്കിൽ കീമിന്റെ ലെവൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക ഓക്കെ സോ നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പാ മാർക്ക് കിട്ടും ഉറപ്പാ എനിക്കറിയാലോ ഞാനും ഇതൊക്കെ തന്നെ എഴുതിയിട്ട് വന്നതാ സോ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടും മക്കളേടാ നന്നായിട്ട് പഠിച്ചു ഇനിയുള്ളത് 10 ദിവസം അതിനൊന്ന് നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലോ നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ എവിടെ എത്തും നമ്മുടെ യെസ് എഞ്ചിനീയറിംഗ് കോളേജ് ടോപ്പായിട്ടുള്ള കേരളത്തിലെ കീം എഴുതിയ കേരളത്തിലെ നമ്മളെ ടോപ്പായിട്ടുള്ള കോളേജസിൽ കയറാൻ പറ്റും അവിടെയൊക്കെ പഠിച്ചുള്ള അറിയാലോ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല പാക്കേജ് ആണ് അല്ലേ സോ നന്നായിട്ട് പഠിച്ച് ഇതുപോലുള്ള നല്ല ടോപ്പ് കോളേജസിൽ കയറാൻ ഉള്ള ഭാഗ്യവും എല്ലാം ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും ഓക്കെ സോ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ അടിപൊളിയായിട്ട് പഠിക്കാം ഓക്കെ